ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്. രാജ്യം കണ്ട കൊടുങ്കൊള്ളയായ ശബരിമല സ്വർണ്ണ കവർച്ച ഇതിനോടകം മാറിക്കഴിഞ്ഞു. ദൈവതുല്യനായ വിശ്വാസികൾ കരുതുന്ന തന്ത്രിയും കൽത്തുറുങ്കിലായി. സ്വർണ്ണപ്പാളിൽ തുടങ്ങിയ അന്വേഷണം ഇപ്പോൾ പഴയ കുടിമരം മാറ്റിയതിലേക്ക് വരെ നീളുകയാണ്. വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ ശബരിമല സ്വർണ്ണ കവർച്ച മുന്നണിയുടെ അടിത്തറ ഇളക്കാൻ തക്ക പ്രഹരശേഷിയുള്ളതെന്ന ബോധ്യം തദ്ദേശ തെരഞ്ഞെടുപ്പ് ഇടതുമുന്നണിക്ക് നൽകിയിട്ടുണ്ട്. ആരോപണ കുന്തമുന UDF-ലേക്ക് തിരിച്ചുവിടാനാണ് ഇപ്പോൾ LDF-ന്റെ ശ്രമം. തട്ടിപ്പ് വീരൻ ഉണ്ണികൃഷ്ണൻ പോറ്റി മല കയറി എത്തുമ്പോൾ KC വേണുഗോപാലായിരുന്നു ദേവസ്വം മന്ത്രി എന്ന കണ്ടെത്തലുമായിട്ടാണ് മന്ത്രി MP രാജേഷിന്റെ രംഗപ്രവേശം. സോണിയാഗാന്ധിയുടെ വസതിയിൽ പോറ്റി എത്തിയതും മന്ത്രി ആവർത്തിച്ചു പറയുന്നു. എന്നാൽ പോറ്റി വന്നത് 2007 G സുധാകരൻ ദേവസ്വം മന്ത്രിയായിരിക്കുമ്പോഴെന്നാണ് കോൺഗ്രസിന്റെ മറുപടി. സ്വർണം കട്ടത് സഖാക്കൾ തന്നെയെന്ന് ഇനിയും പറയുമെന്ന് KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ് ഉറപ്പിച്ചു പറയുന്നുമുണ്ട്. ഇതിനിടെ കവർച്ചാ കേസിലെ മറ്റു പ്രധാനിയും ഇന്ന് റിമാൻഡിലായിട്ടുണ്ട്. ആശുപത്രിയിലെത്തിയാണ് മുൻ ബോർഡംഗം KP ശങ്കരദാസിനെ റിമാൻഡ് ചെയ്തത്. ഇതോടെ 2019 മുഴുവൻ ബോർഡംഗങ്ങളും പോലീസ് വലയിലായെന്ന അപൂർവ സാഹചര്യം നിലനിൽക്കുന്നു. പോറ്റിയെ പോറ്റിയതാരെന്ന് തർക്കിക്കുന്നതിനിടെ 4 അടിയുറച്ച ഇടതു നേതാക്കൾ എങ്ങനെ ജയിലിലായെന്ന് CPM-ന് വിശദീകരിക്കേണ്ടി വരും. പോറ്റിയെ കയറ്റിയതാരെന്നതാണ്. ചർച്ചയിൽ കോൺഗ്രസ് പ്രതിനിധി റിജിൽ മാക്കുറ്റി, ശില്പി മഹേഷ് പണിക്കർ, CPM നിരീക്ഷകനായി ശ്രീ ജയചന്ദ്രൻ, അഖില ഭാരതീയ അയ്യപ്പ ധർമ്മ പ്രചാര സഭയുടെ പ്രതിനിധി മധു മണിമല, TK രാജഗോപാൽ രാഷ്ട്രീയ നിരീക്ഷകൻ എന്നിവരാണ് ഉള്ളത്. അത് ഞാൻ റിജിലേക്ക്. റിജിൽ, പോറ്റിയെ കയറ്റിയത് യഥാർത്ഥത്തിൽ നിങ്ങളാണ്. പിന്നെ പോറ്റിയെ വളർത്തിയതാര് എന്നുള്ളതും പോറ്റി ഏതൊക്കെ സമയത്താണ് സ്വർണം കട്ടത് എന്നുള്ള വിവരം അവിടെ നിൽക്കുന്നു. പക്ഷേ പോറ്റിയെ കയറ്റിയത് നിങ്ങളാണ് എന്നതാണ് MP രാജേഷ് മന്ത്രി ആവർത്തിച്ച് പറയുന്നത്. എന്താണ് മറുപടി? സ്മൃതി, യഥാർത്ഥത്തിൽ സ്വർണം കട്ടത് ആരപ്പ, സഖാക്കളാണ്, അയ്യപ്പ എന്നുള്ളത് ഈ നാട്ടിലെ ജനങ്ങൾക്ക് നന്നായിട്ട് അറിയാം. അപ്പം അതിൽ നിന്ന് തിരിച്ചു വിടാൻ പ്രത്യേകിച്ച് ഈ പോറ്റി എന്ന് പറയുന്ന ഈ കള്ളനെ അവിടെ കയറ്റിയത് KC വേണുഗോപാലാണെന്നൊക്കെ പറഞ്ഞ് ഇവർ പുകമറ സൃഷ്ടിക്കുകയാണ്. യഥാർത്ഥത്തിൽ വളരെ കൃത്യമായിട്ട് അറിയാം, 2007 G സുധാകരൻ അദ്ദേഹം ദേവസ്വം വകുപ്പ് മന്ത്രിയായിരിക്കുമ്പോഴാണ് ഈ പറയുന്ന കള്ളൻ അവിടെ കയറിയത് എന്നുള്ള കൃത്യമായ തെളിവുണ്ട്. അപ്പോൾ ഇവിടെ എന്താ വസ്തുത? സ്വർണം കട്ട് ജയിലിൽ കിടക്കുന്നവരാരാണ്? സ്വർണം കട്ടത് എപ്പോഴാണ് എന്നതിനെക്കുറിച്ചാണ് അന്വേഷണം നടത്തേണ്ടത്. സ്വർണം കട്ടത് ഏത് കട്ടത് 2019 തൊട്ട് ഇങ്ങോട്ടാണ് സ്വർണം കക്കാനുള്ള തീരുമാനമെടുക്കുകയും സ്വർണം കക്കുകയും ആ സ്വർണം കക്കാൻ ഈ പോറ്റിക്ക് കൂട്ടുനിന്ന് ആ പോറ്റിക്ക് കൂട്ടുനിന്ന് മാത്രമേ മിനിറ്റ്സ് തിരുത്തിയും അതോടൊപ്പം തന്നെ സ്വർണം ബാക്കിയുള്ള സ്വർണം കല്യാണ ആവശ്യങ്ങൾക്ക് കൊടുക്കണം എന്നൊക്കെ പറഞ്ഞ് ഈ കാര്യങ്ങൾ ചെയ്തത് ആരാണ്? ഇടതുപക്ഷത്തിൻ്റെ ദേവസ്വം ബോർഡ് ഭരിക്കുന്ന സമയത്ത് CPM-ന്റെ നേതാക്കന്മാരായിട്ടുള്ള മുൻ MLA ആയിട്ടുള്ള പത്മരാജും പത്മകുമാറും അതോടൊപ്പം തന്നെ വാസു ഉൾപ്പെടെയുള്ള ആളുകളാണ്. അവരല്ലേ ജയിലിൽ കിടക്കുന്നത്. ഇപ്പോൾ ശങ്കർദാസ് ഉൾപ്പെടെ ബോർഡ് അംഗം ജയിലിൽ കിടക്കുന്നില്ലേ? ഞങ്ങളുടെ കാലത്ത് ഇത്തരം ഒരു കാര്യങ്ങൾ നടന്നിട്ടുണ്ട് എങ്കിൽ സ്വാഭാവികമായി ഈ അന്വേഷണ ഏജൻസി, പ്രത്യേകിച്ച് ഏറ്റവും പ്രമുഖനായിട്ടുള്ള ഒരു IPS ഉദ്യോഗസ്ഥൻ്റെ അടുത്ത പിതാവ് പോലും ഈ കേസിനകത്ത് പെട്ടുകിടക്കുമ്പോൾ ജയിലിലേക്ക് പോകുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ പറയുന്ന കോൺഗ്രസിൻ്റെ ഏതെങ്കിലും തരത്തിലുള്ള ആളുകളെ ഈ ഘട്ടത്തിൽ അറസ്റ്റ് ചെയ്യണ്ടേ? അവരെ ജയിലിലേക്ക് കൊണ്ടുപോകണ്ടേ? എന്തെങ്കിലും തെളിവുകളുടെ കയ്യിലുണ്ടോ? ഇത് വളരെ വ്യാജമായിട്ടുണ്ടാക്കുന്ന വാർത്തയാണ്. ഇതിൻ്റെ പ്രഹരശേഷി ഇടതുപക്ഷത്തിന് ഈ ഈ കൊള്ളക്കകത്ത് നേതൃത്വം കൊടുത്ത ആളുകൾ തങ്ങളാണ് എന്ന് ബോധ്യപ്പെട്ടിട്ടും അവർക്കെതിരായി ഒരു നടപടി പോലും എടുക്കുന്നില്ല. ധാർമ്മികമായി ഇപ്പൊ ധാർമ്മികതയെ കുറിച്ച് ഇവിടെ പുരപ്പുറം കയറി സംസാരിക്കുന്ന ആളുകളാണല്ലോ ഇടതുപക്ഷം. ഞങ്ങൾ ധാർമ്മികമായ നിലപാട് ഞങ്ങൾ സ്വീകരിച്ചിട്ടുണ്ട്. പക്ഷേ ഈ പറയുന്ന പത്മകുമാറിനെതിരായും വാസുവിനെതിരായും എന്ത് സംഘടനാ നടപടിയാണ് ഇവരെടുത്തത്? നടപടി എടുത്തിട്ടുള്ളത് എന്തുകൊണ്ടാണ് സംഘടന നടപടി എടുക്കാത്തത്? പത്മകുമാറിനെതിരായും ഈ പറയുന്ന വാസുവിനെതിരായും നടപടി എടുത്താൽ അത് കടകംപള്ളിയിലേക്ക് പോകും എന്നുള്ളതിന്റെ കൃത്യമായ ബോധ്യം അവിടെയുണ്ട്. അതോടൊപ്പം തന്നെ ഇപ്പൊ പറയുന്ന വാസവനും ഈ പറയുന്ന ഇപ്പൊ ഒഴിഞ്ഞുപോയ പ്രശാന്ത് ഉൾപ്പെടെയുള്ള ആളുകൾക്ക് പങ്കുണ്ടല്ലോ. ഈ തട്ടിപ്പുകാരനും കള്ളനുമാണ്, കൊള്ളക്കാരനാണ്, സ്വർണം കത്തുന്നവരാണ്. ഇത് നിങ്ങൾ ഇത്ര കാലമായി ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നതും ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. പക്ഷേ ഇന്ന് ചില ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. UDF കാലത്ത് വാജി വാഹനം അന്നത്തെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പ്രയാൽ ഗോപാലകൃഷ്ണനും ദേവസ്വം ബോർഡ് അംഗം അജയ് തറയിലും ചേർന്ന് തന്ത്രി കണ്ഠര രാജീവർക്ക് കൈമാറുന്ന ദൃശ്യങ്ങളാണ്. കൊടിമരത്തിന്റെ അടിഭാഗം ചിതലരിച്ചെന്ന് പറഞ്ഞിട്ടാണ് പഴയ കൊടിമരം മാറ്റി പുതിയ സ്ഥാപിച്ചത്. എന്നാൽ കൊടിമരത്തിന്റെ അടിഭാഗം നിർമ്മിച്ചിരുന്നത് കോൺക്രീറ്റ് കൊണ്ടാണെന്ന് ആ ദൃശ്യങ്ങൾ വ്യക്തമാക്കുകയാണ്. അപ്പോൾ കൊടിമരം സ്വർണം പൂശിയ കൊടിമരമാണ്. അതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ കൂടി പുറത്തു വരുമ്പോൾ അത് നിങ്ങളുടെ കാലയളവിലാണ് എന്നുള്ള ആരോപണമാണ് ഇപ്പോൾ ഉയരുന്നത്. അതിനുള്ള മറുപടി എന്താണ്? അല്ല സ്മൃതി, ആ അന്ന് കൊടിമരം കോൺക്രീറ്റിലാണ്.
അപ്പോൾ കോൺക്രീറ്റിലാവുമ്പോൾ സ്വാഭാവികമായും അതിൻ്റെ നിലവിൽ അതിൻ്റെ കമ്പി ഉൾപ്പെടെ പുറത്ത് വന്നതിന് ശേഷമാണ് അങ്ങനെ ഒരു തീരുമാനം കൊടിമരം മാറ്റണം എന്നുള്ള തീരുമാനം എടുക്കുകയും ഉമ്മൻചാണ്ടി ഗവൺമെൻറ് കാലത്ത് ഉമ്മൻചാണ്ടി സാർ തന്നെ സൗജന്യമായി കൊടിമരത്തിലെ തേക്ക് അനുവദിക്കുകയും ആ തേക്ക് ഇവർ എനിക്ക് തോന്നുന്നു പ്രയാർ ഗോപാലകൃഷ്ണനും അഥവാ അജയ് തറയിലും വരുന്ന ബോർഡിന് മുമ്പേ അങ്ങനെ കൊടിമരം മാറ്റുന്നതിന് വേണ്ടി തീരുമാനമെടുക്കുകയും കൊടിമരം പമ്പയിലേക്ക് എത്തിയതിനു ശേഷമാണ് അവർ കൊടിമരം മാറ്റുന്നത്. ഞാൻ മനസ്സിലാക്കിയത് ഈ പറയുന്ന തന്ത്രി സമുച്ചയത്തിൽ പറയുന്ന ഒരു കാര്യം ഇതുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ മനസ്സിലാക്കിയതുകൊണ്ടാണ് ലോഹമാണെങ്കിൽ ആചാര്യനും മരമാണെങ്കിൽ ദഹിപ്പിക്കണം കല്ലാണെങ്കിൽ ജലാശയത്തിൽ നിക്ഷേപിക്കണം എന്നുള്ളതാണ് ഇതുമായി ബന്ധപ്പെട്ട ആചാരവുമായി ബന്ധപ്പെട്ട് പറയുന്നത്. ഈ പറയുമ്പോൾ സ്വാഭാവികമായും ഈ അജയ് തറയിലും അതോടൊപ്പം പ്രയാർ ഗോപാലകൃഷ്ണൻ മാത്രമല്ല ഹൈക്കോടതി അനുവദിച്ചിട്ടുള്ള അഡ്വക്കേറ്റ് കമ്മീഷണർ എസ് കുറുപ്പിന്റെ സാന്നിധ്യത്തിലാണ് ഈ കാര്യങ്ങൾ ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ അവിടെ ഉണ്ടായിട്ടുള്ള മറ്റ് 2 സാധനങ്ങളുണ്ടല്ലോ നമ്മുടെ കാണുന്നില്ല എന്ന് പറയുന്ന പ്രധാനപ്പെട്ട 2 സാധനം. അതെ, വാജിവാഹനല്ല, മറ്റ് വാജിവാഹനം തന്ത്രിയുടെ കയ്യിലാണ്, തന്ത്രിക്ക് കൊടുക്കുന്നത് ഈ സാന്നിധ്യത്തിന് മുമ്പിലാണ് കൊടുക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും അത് അവിടെ കൊടുക്കുന്നതിന്റെ നേർസാക്ഷ്യങ്ങളായി ഈ പറയുന്ന ദേവസ്വം ഹൈക്കോടതിയുടെ ദേവസ്വം കമ്മീഷണർ അഡ്വക്കേറ്റ് കമ്മീഷണർ എസ് കുറുപ്പിന്റെ സാന്നിധ്യത്തിലാണ് ഈ കാര്യങ്ങൾ ചെയ്യുന്നത്. എസ് കുറുപ്പിന്റെ സാന്നിധ്യത്തിലാണ് കൊടിമരം പൂശുന്നത്. അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആന്ധ്രയിലെ ഒരു പ്രധാനപ്പെട്ട ഒരു ഫിനിക്സ് എന്ന് പറയുന്ന ഗ്രൂപ്പാണ് ഈ കൊടിമരത്തിന്റെ സ്വർണം പൂശുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്യുന്നത്. അതൊക്കെ കൃത്യമായിട്ടുള്ള കാര്യമാണല്ലോ. അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ തന്നെ അത് കൃത്യമായി ബോധ്യത്തോടു കൂടിയാണ് നടപ്പാക്കിയ സംബന്ധിച്ച് തർക്കമില്ലാത്ത കാര്യമാണ്. ഇപ്പൊ സ്വർണം കട്ടു എന്ന് എന്തെങ്കിലും പറയാൻ പറ്റുമോ? ആ ഘട്ടത്തിൽ ഈ പറയുന്ന ആളുകളാണ് സ്വർണം കട്ടു കൊണ്ടുപോയത് എന്ന് തെളിവുണ്ടോ? ഈ പറയുന്ന ശബരിമലയെ സംബന്ധിച്ചിടത്ത് ആചാര അനുഷ്ഠാനങ്ങളൊക്കെ ഉണ്ടല്ലോ. അവിടെ സ്ത്രീകളെ പ്രവേശിക്കാൻ പാടില്ല എന്നുള്ളത് അവിടുത്തെ ആചാരമാണ്, അതൊരു അനുഷ്ഠാനമാണ്. ഈ പറയുന്ന ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ അത്തരം ആചാരത്തിന്റെ ഭാഗമായിട്ടാണ് ഈ പറയുന്ന ഈ വാജിവാഹനം തന്ത്രിക്ക് കൈമാറിയത് എന്നുള്ളതും തന്ത്രി തന്നെ അത് എൻ്റെ കയ്യിലുണ്ട് എന്ന് പറഞ്ഞ കാര്യം നമ്മുടെ മുമ്പിലുണ്ട്. അപ്പൊ അതൊന്നുമല്ല വിഷയം. ഇത് പുകമറ സൃഷ്ടിച്ചുകൊണ്ട് സ്വർണം കട്ട വരെ വെള്ളപൂശാൻ വേണ്ടി നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു തരത്തെ വ്യാജ പ്രചരണമാണ്. നിങ്ങൾ എന്തൊക്കെ പ്രചരണം നടത്തിയ സഖാക്കളെ, ഞങ്ങൾ ഒരു കാര്യം പറയുന്നു. കേരളത്തിലെ അരിയാഹാരം കഴിക്കുന്ന മുഴുവൻ ആളുകൾക്കും അയ്യപ്പ വിശ്വാസികൾക്കും അറിയാം, ശബരിമലയിലെ ആചാര ലംഘനം നടത്താൻ നേതൃത്വം കൊടുത്തവർ, അവിടെ എല്ലാ കാര്യങ്ങളും ചെയ്ത ആളുകൾ സ്വർണം കൂടി കക്കാൻ നേതൃത്വം കൊടുത്തു. CPM-ന്റെ നേതൃത്വത്തിന്റെ കാർമ്മികത്വത്തിലാണ് ഈ പറഞ്ഞ പിണറായി വിജയൻ ഉൾപ്പെടെയുള്ള ആളുകൾക്ക് അതിനകത്ത് പങ്കുണ്ടോന്ന് സംശയിക്കത്തക്ക രൂപത്തിലാണ് കാര്യങ്ങൾ മുമ്പോട്ട് പോകുന്നത്. നിങ്ങൾ എന്തെങ്കിലും തരത്തിൽ ഞങ്ങളുടെ ഭാഗത്ത് തെറ്റിട്ട് അന്വേഷിച്ചോ? ഏതെങ്കിലും തരത്തിലുള്ള കാര്യങ്ങൾ ഏത് അന്വേഷണം നിങ്ങൾ ഇപ്പൊ SIT-യോ CBI-യോ എൻഫോഴ്സ്മെന്റോ അല്ലെങ്കിൽ ഇൻകം ടാക്സോ സർവത്ര കേന്ദ്ര ഏജൻസിയെ വെച്ചോ എല്ലാം അന്വേഷിച്ചു. ഞങ്ങൾക്കൊരു ഭയമില്ലല്ലോ, ഞങ്ങളുടെ ആളുകൾക്ക് ഭയമില്ല. ഉപ്പ് തിന്നവർ വെള്ളം കുടിക്കട്ടെ CPM-ന്റെ ഈ പറയുന്ന ആളുകളാണ് സംബന്ധിച്ച്. ഞാനൊന്ന് മഹേഷ് പണിക്കറിലേക്ക് പോകുന്നു. മഹേഷ് പണിക്കർ, ആദ്യം മുതൽ തന്നെ തന്ത്രിയുടെ ഇടപെടലുകൾ, തന്ത്രിയെ സംശയിക്കുന്ന രൂപത്തിലുള്ള പ്രതികരണങ്ങൾ അങ്ങ് നടത്തിയിട്ടുള്ളതാണ്. ഈ കൊടിമരവുമായി ബന്ധപ്പെട്ടും അങ്ങ് നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ്. പഴയ കൊടിമരം ഏത് സമയത്ത് ഈ ഉമ്മൻചാണ്ടി സർക്കാർ നിയോഗിച്ച പ്രയാർ ഗോപാലകൃഷ്ണ കാലത്താണ് പഴയ കൊടിമരം മാറ്റി പുതിയത് നിർമ്മിക്കാൻ തീരുമാനിച്ചത് എന്നുള്ള വിവരമുണ്ട്. പഴയ കൊടിമരം തടി കൊണ്ട് നിർമ്മിച്ചതാണെന്ന് തെറ്റിദ്ധരിപ്പിച്ച് അതിൻ്റെ അടിഭാഗം ദ്രവിച്ച് ചിതലരിച്ച് ക്രിമികീടങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്നും അതിൽ ഭഗവാന് അനിഷ്ടമുണ്ടെന്നും എത്രയും വേഗം മാറ്റി സ്ഥാപിച്ചില്ലെങ്കിൽ ബോർഡിനും ഭക്തജനങ്ങൾക്കും ആപത്തുണ്ടാകുമെന്ന് ദേവപ്രശ്നത്തിന് വന്ന ആളിനെ കൊണ്ട് സ്വാധീനിച്ചു പറയിപ്പിച്ചു എന്നുള്ള ചില വിവരങ്ങളുണ്ട്. അങ്ങയുടെ ബോധ്യവും അതാണോ? ദേവപ്രശ്നം എന്ന് പറയുന്നത് അത്രത്തോളം വിശ്വാസത്തോടുകൂടി നടത്തുന്നതും ദേവപ്രശ്നത്തിൽ പറയുന്ന രൂപത്തിൽ അവിടെ ചില കാര്യങ്ങൾ നടക്കുന്നതാണ്. അപ്പോൾ ദേവപ്രശ്നം എന്ന് പറയുന്നത് തന്നെ ആളെ പറ്റിക്കാൻ നടത്തിയതാണെന്നാണോ മനസ്സിലാക്കേണ്ടത് ശ്രീ മഹേഷ് പണിക്കർ? അതെ, തീർച്ചയായിട്ടും ആ ദേവപ്രശ്നം ഒരു തട്ടിക്കൂട്ട് ദേവപ്രശ്നമായിരുന്നു. അതായത് ഈ ഒരു വിഷയം സംസാരിക്കാനും ഈ ഒരു തീരുമാനം എടുക്കാനും വേണ്ടി മാത്രമാണ് പ്രധാനമായിട്ടും ആ ദേവപ്രശ്നം നടന്നത്. കാര്യം അതിനകത്ത് മനസ്സിലാക്കേണ്ടത് ഈ ഉറുമ്പരിച്ചു എന്ന് പറയുന്ന ഇതിൻ്റെ ഈ പ്രോസസ്സ് തുടങ്ങുന്നത് ഇങ്ങനൊരു നിർമ്മാണ പ്രവർത്തനത്തിൻ്റെ, അത് ഏത് നിർമ്മാണ പ്രവർത്തനമാണല്ലോ അതിൻ്റെ പ്രോസസ്സ് തുടങ്ങുന്നത് തന്ത്രിയിൽ നിന്നാണ്. അതായത് ഇങ്ങനൊരു പ്രശ്നമുണ്ട്, ഇത് നമുക്ക് പൂജിക്കാൻ പറ്റില്ല, ഇതിനകത്തൊരു ഗുരുതരമായ അപകടം ഉണ്ടെന്ന് പറഞ്ഞിട്ട് ആ ഒരു പ്രോസസ്സ്. അപ്പം അങ്ങനെ ഒരു ഫയൽ വന്നിട്ട് പിന്നെ അതിൻ്റെ ഫർദർ എന്ന് പറഞ്ഞുള്ള രീതിയിലാണ് ദേവൻ്റെ ഹിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നിസ്സാര കാര്യങ്ങളൊക്കെ തന്ത്രി തന്നെ അനുമതി കൊടുക്കും. അല്ലാത്തതൊക്കെ ദേവപ്രശ്നം, ഒരു അഷ്ടമംഗല പ്രശ്നം വെച്ചിട്ട് കുറേ ദൈവജ്ഞർ വന്നിട്ട് ആരോപിച്ചിട്ട് പല അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കങ്ങളൊക്കെ വന്നിട്ടാണ് അതിൻ്റെ ഒരു പ്രസ്താവം, അതിൻ്റെ ഒരു ഫൈനൽ കൺക്ലൂഷൻ എന്നും പറഞ്ഞെടുത്തുന്നത്. അപ്പം അങ്ങനെ എത്തിയ ഒരു ദേവപ്രശ്നത്തിലാണ് ഇങ്ങനെ ഈ കൊടിമരം ഉറുമ്പരിച്ചു, ഇതിപ്പം വീഴാൻ പോവും അങ്ങനെ പറഞ്ഞിട്ട്. പക്ഷെ അത് വെറും പക്ക കള്ളമാണ്. പ്രക്കാളം ഫാസി സാറ് ചെയ്തിരിക്കുന്ന ഏകദേശം 10 കിലോളം സ്വർണം ക്ലാഡ് ചെയ്തിരിക്കുന്ന അതിന് പുരാതന കാലത്തുള്ള വാജിവാഹനം അവിടെ റീപ്ലേസ് ചെയ്തിരിക്കുന്നത്. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ആ വാജിവാഹനം അതിന് മുമ്പത്തെ അപ്പം ഉണ്ടാക്കിയതല്ല, അതിന് മുമ്പ് ഉണ്ടാക്കിയതാണ്. അപ്പം അതിലെ വാജിവാഹനം അത് തന്നെ
പൂശി വെച്ചിരിക്കുന്ന ഒരു വാജിവാഹനവും അഷ്ടദിക്കുമുള്ള കാര്യം ചെമ്പിലുണ്ടായിരുന്നത് അവർ പൂശുക മാത്രമാണ് ചെയ്തത്, അകം കോൺക്രീറ്റ് ചെയ്യുക ചെയ്തത്. അപ്പം അങ്ങനെ ചെയ്ത ഒരു സംഭവം ഇങ്ങനത്തെ ഒരു തെറ്റായ നിഗമനത്തിൽ എത്തിച്ചേർന്നിട്ട് അത് ഈ വാജിവാഹനം അടിച്ചു മാറ്റാം. ഇതിൻ്റെ സ്പോൺസറാണ് ആദ്യം വരുന്നത്. സ്പോൺസർ വന്നതിന് ശേഷമാണ് ഈ കൊടിമരം പൊളിക്കാനായിട്ട് തീരുമാനിക്കുന്നത്. അതാണ് ഇതിനകത്ത് ഏറ്റവും വലിയ അപകടകരമായ ഗുരുതരമായ പ്രശ്നം. അതായത് ഈ ഫീനിക്സ് ഗ്രൂപ്പ് എത്തുന്നു, അവർക്കപ്പം ഈ സ്വർണം കൊടിമരമോ അല്ലെ ഇതിൻ്റെ വാജിവാഹനമോ അല്ലെ ഇതിൻ്റെ എന്താ പറയുക അഷ്ടദിക്പാലകരോ ഒക്കെ അവർക്ക് ആവശ്യമുണ്ടാകാം. അതിനുവേണ്ടി വന്നിട്ടാണ് ഇങ്ങനെ ഒരു സംഭവം ചെയ്തിരിക്കുന്നത്. മാത്രമല്ല ഇത് നമ്മൾ തന്ത്രസംശയത്തിലോ മറ്റ് ഗ്രന്ഥങ്ങളിലോ പറയുന്ന പോലെ അല്ല ഈ ഇദ്ദേഹത്തിന് കൊടുത്തിരിക്കുന്നത്. കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇപ്പോൾ SIT അവിടെ അന്വേഷണം നടത്തിയിരിക്കുന്നു. എല്ലാ ഭക്തജനങ്ങളും മനസ്സിലാക്കേണ്ട കാര്യം അവിടെ ഈ ഒരേ ഒരു വാജിവാഹനം മാത്രമേ കണ്ടെത്തിയിട്ടുള്ളൂ. കാര്യം പരശുരാമന്റെ കാലത്ത് ത്രേതായുഗത്തിൽ ഇവരെ കൊണ്ടെത്തിച്ചിട്ടെന്നാണ് തന്ത്രകുടുംബമൊക്കെ ആരോപിക്കുന്നത്. അതായത് രാമന്റെയും കൃഷ്ണന്റെയും ഒക്കെ മുമ്പാണ് പരശുരാമനുള്ളത്. ആ പരശുരാമന്റെ കാലത്ത് ഈ ദൈവങ്ങളൊക്കെ വരുന്നതിന് മുമ്പ്, ശ്രീരാമനും ശ്രീകൃഷ്ണനും വരുന്നതിന് മുമ്പ് തന്ത്രികുടുംബത്തെ ശബരിമലയിൽ അവരോധിച്ചെന്ന് ആരോപിക്കുന്ന ഈ തന്ത്രികുടുംബത്തിന്റെ മറ്റ് രാഹുൽ ഈശ്വരൊക്കെ പറഞ്ഞൊരു കേസ് അങ്ങനെയാണ്. അപ്പം അങ്ങനെ ലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് വന്നിരിക്കുന്ന ഇവർ എത്രയോ ലക്ഷം വിഗ്രഹങ്ങൾ മാറ്റിയിട്ടുണ്ടാവും. എത്രയോ ക്ഷേത്രത്തിൽ ആയിരക്കണക്കിന് ക്ഷേത്രങ്ങളുടെ തന്ത്രമുണ്ട്, എത്രയോ കൊടിമരത്തിന്റെ പ്രതിഷ്ഠ. ഇപ്പം നമ്മുടെ ദേവസ്വം ബോർഡിന്റെ തന്നെ എൻ്റെ കണക്കിൽ ഒരു 100-150 വിഗ്രഹങ്ങൾ മാറ്റിയിട്ടുണ്ട്. അപ്പൊ ഈ മാറ്റിയതൊക്കെ ഇവരുടെ ഉണ്ട്. ഈ പറഞ്ഞ SIT എന്ന് അന്വേഷിക്കുമ്പോൾ ഈ വിഗ്രഹങ്ങളെല്ലാം അവിടെ കാണണ്ടേ? അവിടെ എന്തുകൊണ്ട് ഒരേ ഒരു വിഗ്രഹം മാത്രം കാണപ്പെടുന്നു? പ്രശ്നം വന്നപ്പോൾ ആദ്യം അന്നത്തെ മേൽശാന്തി ഇതിനെ എതിർത്തിരുന്നു എന്ന് കേൾക്കുന്നുണ്ട്, ഈ കൊടിമരം അവിടെ നിന്ന് മാറ്റുന്നതിനെ. ഈ കൊടിമരം യഥാർത്ഥത്തിൽ കോൺക്രീറ്റ് ആണോ അതോ മരമായിരുന്നു? കോൺക്രീറ്റ് ആയിരുന്നു. നേരത്തെ ഉള്ളത് കോൺക്രീറ്റ് ആയിരുന്നു. വളരെ വ്യക്തമാണ്. അത് പ്രാക്കുളം ഫാസി സാർ ചെയ്ത് അത് ദേവസ്വം ബോർഡിന്റെ എല്ലാ റെക്കോർഡ്സിലും അത് ദേവസ്വം ബോർഡിന് ഇതിനകത്ത് ഉള്ളതല്ലേ. ദേവസ്വം ബോർഡ് തന്നെ പണം മുടക്കി ചെയ്തതല്ലേ. അപ്പം അതിനകത്ത് സ്പോൺസർ അല്ലല്ലോ. അപ്പം അതിനെക്കുറിച്ച് വ്യക്തമായിട്ട് ഇവർക്കെല്ലാം അറിയാമെന്ന്. മറ്റാർക്കും അറിയത്തില്ലെങ്കിൽ തന്ത്രിക്കും അല്ലെങ്കിൽ ബാക്കി ഇതിന്റെ അഡ്മിനിസ്ട്രേഷനിൽ പെട്ടുന്ന ആൾക്കാർക്കും അറിയാമല്ലോ. ഇത് തന്നെയല്ലാത്ത വേറൊരു ഗുരുതരമായ റെക്കോർഡിക്കലുള്ള 2012 ഈ തന്ത്രിക്ക് ഇതിന് അവകാശം ഇല്ലെന്നും പറഞ്ഞ് തന്ത്രസമാജവും ഈ പറഞ്ഞ തിരുവിതാംകൂർ ദേവസ്വം ബോർഡും രാജഗോപാൽ സാർ ഇരിക്കുമ്പോഴത്തേക്കുള്ള റെക്കോർഡിക്കൽ മിനിറ്റ്സ് ഉണ്ട്, ദേവസ്വം ബോർഡിന്റെ മിനിറ്റ്സ് ഉണ്ട്. അപ്പം ഇവർക്ക് അങ്ങനെ ഒരു മിനിറ്റ്സ് മാറ്റി ഇങ്ങനെ ഒരു സാധനം കൊടുക്കണമെങ്കിൽ ഉറപ്പായിട്ടും ദേവസ്വം ബോർഡിൽ ഒരു കമ്മിറ്റി തീരുമാനം കൂടി ഇന്ന പോലെ പഴയ ഒരു തീരുമാനമുണ്ട്, ആ തീരുമാനത്തെ ലംഘിച്ച് ഞങ്ങൾ ആ പഴയ ആചാരപ്രകാരം ഇത് കൊടുക്കുന്നു എന്നും പറഞ്ഞൊരു രേഖ ഉണ്ടാക്കണം. അങ്ങനെയില്ല. ഇതിപ്പോൾ മരിച്ചുപോയ ഒരാളുടെ പേരിൽ നമ്മുടെ പ്രയാർ ഗോപാലൻ സാർ ഇപ്പോൾ ജീവിച്ചിരിക്കാത്തതുകൊണ്ട് അദ്ദേഹത്തിന്റെ പേരിൽ പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം വന്ന് പറയില്ലല്ലോ. പക്ഷെ അന്നേരം അവിടുത്തെ ഹൈക്കോടതിയുടെ ഈ കുറുപ്പെന്ന് പറഞ്ഞൊരു വിദ്വാനുണ്ട്. ഈ കുറിപ്പ് ഇതിനകത്തെല്ലാം ഭാഗമാക്കാണ്. കൊടിമരം ചെയ്ത പേരാണ് ഇപ്പോൾ റിജിൽ മാക്കുറ്റിയും പറഞ്ഞത്. അന്നത്തെ അദ്ദേഹം എന്താണ് അഡ്വൈസർ അല്ലേ? കുറിപ്പ് അവിടെ അഡ്വൈസർ അല്ലേ? അഡ്വക്കേറ്റ് കമ്മീഷനാണ്. ഓക്കെ കോടതി നിയോഗിച്ച അതെ അഭിഭാഷക കമ്മീഷനാണ്. അഭിഭാഷക കമ്മീഷനാണ് അദ്ദേഹം. ASP കുറിപ്പ് അങ്ങനെ ഒരാൾ. അപ്പം കുറുപ്പും തന്ത്രിയും കൂടിയുള്ള ആലോചന എന്നാണോ അങ്ങയുടെ മനസ്സിലാക്കൽ? അതെ. ഇവര് ഇതിന് മരാമത്ത് ടെൻഡറിങ് പോലും ഇല്ലെന്ന്. ഈ നിർമ്മാണത്തിന് ടെൻഡർ ഇല്ല. ഈ നിർമ്മാണം ഇവർ സ്വയമേ അങ്ങ് ഏറ്റെടുക്കുകയാണ്. ഒരു പണിക്കാരനെ കൊണ്ടുവന്നിട്ട് അങ്ങ് പണിക്കാരനെ അങ്ങ് ഏൽപ്പിക്കുകയാണ്. ഇത്രയും വലിയൊരു നിർമ്മാണം കൂടി ഇവർ ദേവസ്വം ബോർഡിന് അതിന്റെ വ്യവസ്ഥാപിതമായ ഒരു നിർമ്മാണ രീതിയുണ്ട്. മരാമത്തുണ്ട്, ടെൻഡർ ചെയ്യണം. ഇപ്പോൾ സ്പോൺസർ ആണെങ്കിൽ പോലും ടെൻഡർ ചെയ്യണം. ടെൻഡർ ചെയ്തിട്ട് വേണം അതിൻ്റെ ഒരു ബിഡ് ചെയ്തിട്ടൊക്കെ വേണം ചെയ്യാൻ. അതിന്റെ ഒരു യഥാർത്ഥ രീതിയിൽ പോകാൻ അങ്ങനെയൊന്നുമില്ല. കുറിപ്പ് നിശ്ചയിക്കുകയാണ്, തന്ത്രി നിശ്ചയിക്കുകയാണ്, ഇന്നാര് പണിതാൽ മതി. അങ്ങനെയാണ് പണികൾ പോയിരിക്കുന്നത്. അതിനകത്താണ് ഈ പ്രശ്നം. അതിനകത്താണ് ഈ പറഞ്ഞ എല്ലാ കള്ളത്തരങ്ങളും നടന്നിരിക്കുന്നത്. കാര്യം ഈ 2012 ഈ പറഞ്ഞ ദേവസ്വം ബോർഡ് മിനിറ്റ്സ്, ആ മിനിറ്റ്സ് ഉള്ളപ്പോൾ ഇവർക്ക് എങ്ങനെ ഇത് കൊടുക്കാൻ പറ്റും? മറ്റൊരു മിനിറ്റ്സ് അതിനെ എതിർത്തൊരു രേഖ ഉണ്ടാക്കാതെ അവരെടുത്ത് കൊടുത്തു എന്നാണ് പറയുന്നത്. അപ്പം അതൊരിക്കലും അംഗീകരിക്കാൻ പറ്റുന്നില്ല. പിന്നെ ഈ തന്ത്രസംശയത്തിന്റെ കാര്യമൊക്കെ ഈ പറഞ്ഞ ബാക്കി ഒരുപാട് നമുക്ക് നമ്മുടെ കൺമുമ്പിൽ തന്നെ ഏകദേശം ഒരു 10 വർഷത്തിനിടയ്ക്ക് 100ഓളം ക്ഷേത്രങ്ങളുണ്ട്. ഇവിടെ ഒന്നും കൊടുത്തിട്ടില്ല, കാണുന്നില്ല. അപ്പം ദുരൂഹമാണ് ഈ ഇടപാട്. ദേവസ്വം ബോർഡിന് ഒരു റോളും ഉണ്ടായിരുന്നില്ല എന്നാണ് അങ്ങ് മനസ്സിലാക്കുന്നത്. ദേവസ്വം ബോർഡിന് റോളില്ല. ഇപ്പോൾ ദേവപ്രശ്നം കാണുന്നു എന്ന് പറയുന്നു, അഭിഭാഷക കമ്മീഷൻ പറയുന്നു, തന്ത്രിയും പറയുന്നു. അപ്പോൾ ദേവസ്വം ബോർഡ് റോളില്ലാതെ നിൽക്കുകയായിരുന്നു. ഇല്ല, ദേവസ്വം ബോർഡിനെ ഇതിനകത്ത് ഭാഗമാക്കുന്നുണ്ട് അവര്. കാര്യം ഇതിനകത്ത് ഇവർ, ഞാൻ പറഞ്ഞല്ലോ, ഇപ്പൊ നവഗ്രഹ ക്ഷേത്രത്തിന് എന്റെ കൺമുമ്പിൽ ഞാനിപ്പോ ചെയ്ത ദേവസ്വം ബോർഡിന്റെ കരാറായിട്ട് ചെയ്ത നവഗ്രഹ ക്ഷേത്രം ദേവസ്വം ബോർഡിന്റെ കരാർ അല്ലാതെ ഇവർ പാരലായിട്ട് ഏകദേശം 5 കോടി രൂപയോളം പിരിച്ചിട്ട് ഈ പറഞ്ഞ കുറിപ്പ് ഉൾപ്പെടെ ഇപ്പോഴും കഴിഞ്ഞ വർഷം വരെ അദ്ദേഹം അവിടെ ഉണ്ട്. 2025 വരെ ഉണ്ട്. ജൂലൈയിൽ അതിന്റെ പ്രതിഷ്ഠ നടക്കുന്നത്. ആ സമയത്തും അവർ പാരലായിട്ട് അതിന് കല്ലിടലും പാരലായിട്ട് അതിന്റെ പണം പിരിക്കലും പാരലായിട്ട് അത് നടക്കാനും ഇത് നടക്കാതിരിക്കാൻ ദേവസ്വം ബോർഡിന്റെ വ്യവസ്ഥാപിതമായ രീതിയിൽ അത് നടക്കാതിരിക്കാനും മാക്സിമം ശ്രമം നടത്തിയതാണ്. പ്രശാന്ത് വന്നിട്ടാണ് അദ്ദേഹത്തിന്റെ റൂമും ഒക്കെ മാറ്റി അദ്ദേഹത്തെ പുറത്താക്കിയത്. അത് അന്വേഷണ വിധേയമാകണം. അത് വളരെ തീർച്ചയായിട്ടും ഗുരുതരമായ രീതിയിലുള്ള കൊള്ളയാണ് അവരവിടെ നടത്തിക്കൊണ്ടിരുന്നത്. അതുകൊണ്ടാണ് ഞാനൊക്കെ പ്രതികരിക്കുന്നത്. എനിക്ക് വ്യക്തമായ ബോധ്യമുള്ളത് കൊണ്ടാണ്. ശരി, ശ്രീ ജയേന്ദ്രൻ, ഇതിപ്പോൾ UDF-ലേക്ക് തിരിച്ചു വിടാനുള്ള ഒരു ശ്രമം CPM-ന്റെ ഭാഗത്തുണ്ടാകുന്നു. ഇപ്പോൾ അതിലാണല്ലോ ശക്തമായ പ്രതികരണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇത് UDF കാലത്താണ്
UDFന്റെ ഭരണകാലത്താണ് ഇവിടേക്ക് പോറ്റി എത്തിയത്, ശബരിമലയിലേക്ക് എത്തിയത് എന്ന വാദത്തിൽ തുടങ്ങി അവിടെ നിന്നും കൊടിമരം അഴിച്ചു മാറ്റിയതടക്കമുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിൽ ശബരിമലയുമായി ബന്ധമുള്ളവർ തന്നെ പറയുന്ന വാദങ്ങളും അങ്ങ് കേട്ടല്ലോ. ഇക്കാര്യത്തിൽ ഈ ഒരു പ്രത്യാരോപണം കൊണ്ട് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന തെളിവുകൾ അത് ദുർബലമാകും? അല്ല, ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്ന റിപ്പോർട്ടർ ചാനൽ ഈ ചർച്ച അടക്കമുള്ള ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം വെറും ചർച്ചകൾ എന്നതിനപ്പുറത്തേക്ക് ഏറ്റവും ഒടുവിൽ ജനുവരി 5-ാം തീയതിയാണല്ലോ ഹൈക്കോടതി ഈ വിഷയം പരിഗണിച്ചത്. ഹൈക്കോടതിയുടെ ദേവസ്വം ബെഞ്ചിനെ തെല്ലും ഒരു നഖത്തിന്റെ നീളം പോലും സ്വാധീനിച്ചിട്ടില്ല എന്നുള്ളത് സുവ്യക്തമല്ലേ? അവർ SITയിൽ വിശ്വാസം അർപ്പിക്കുന്നു, SITയുടെ വിശ്വാസത്തെ പരിപൂർണമായി അംഗീകരിക്കുന്നു, നിങ്ങൾ മുമ്പോട്ട് പൊയ്ക്കോളൂ എന്ന് പറയുന്നു, ആ അന്വേഷണം നടക്കുന്നു. അതാണ് നമ്മൾ കാണുന്നത്. അതിനപ്പുറം നോക്കിയാൽ ചാനലുകളിൽ നിരവധി ചർച്ചകൾ നടക്കുന്നുണ്ട്, വിവിധ ചാനലുകളിൽ, റിപ്പോർട്ടർ ചാനലിലടക്കം. ഞാൻ തന്നെ പല ചർച്ചകളിലും ശബരിമലയുമായി ബന്ധപ്പെട്ട് പങ്കെടുത്തിട്ടുമുണ്ട്. അതൊക്കെ വെറും ഊഹാപോഹങ്ങളാണല്ലോ നമ്മൾ നിരത്തുന്നത് മുഴുവനും. ഇപ്പോൾ വസ്തുതകളുടെ എന്തെങ്കിലും അംശങ്ങൾ ഉണ്ടാവും പറയുന്നതിലൊക്കെ എന്നുള്ളതല്ലാതെ വസ്തുതാപരമായ ഒരു കാര്യവും ചർച്ച ചെയ്യാനായിട്ട് ഒരാൾക്കും കഴിയില്ല. കാരണം ആ തെളിവുകൾ മുഴുവൻ SITയുടെ ഉണ്ട്. 5-ാമത്തെ ആ ഉത്തരവ് സ്മൃതി എടുത്ത് ഒന്നുകൂടെ നോക്കിയാൽ മതിയല്ലോ. 181 സാക്ഷിമൊഴികൾ ശേഖരിച്ചിട്ടുണ്ട് എന്ന് പറയുന്നുണ്ടല്ലോ അവർ. ഈ 181 സാക്ഷിമൊഴികളിൽ ഒരു സാക്ഷിമൊഴി എന്താണെന്നെങ്കിലും നമുക്ക് ആർക്കെങ്കിലും കാണാൻ കഴിഞ്ഞിട്ടുണ്ടോ? ഇല്ലല്ലോ, കഴിയില്ല. പക്ഷെ അത് അവസാനം ഇനിയിപ്പം അവരുടെ ഡേറ്റ് പറഞ്ഞിട്ടുണ്ട്. ആ ഡേറ്റിന് ഉത്തരവ് വരുമ്പോൾ നമുക്കത് വായിച്ച് മനസ്സിലാക്കാൻ കഴിയും. ഒരു കാര്യം. രണ്ടാമത്, താങ്കളുടെ ചോദ്യത്തിൽ വന്ന പ്രധാനപ്പെട്ട കാര്യം രാഷ്ട്രീയമായ ആരോപണം പ്രത്യാരോപണം. അത് തന്നെയാണല്ലോ ഇപ്പോൾ റിജിൽ മാക്കുറ്റി ഉന്നയിച്ചത്. കടകംപള്ളി സുരേന്ദ്രന്റെ പേര്, പിണറായി വിജയന്റെ പേര്, വേറെ ആരുടെയൊക്കെ പേര്, ഇതൊക്കെ അദ്ദേഹത്തിന് നല്ല ഉറപ്പുണ്ടെന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട്, ഞാൻ റിജിൽ മാക്കുറ്റിയോട് സ്നേഹത്തോടു കൂടി ആവർത്തിച്ച് ചോദിക്കുകയാണ്, എന്തുകൊണ്ട് റിജിൽ മാക്കുറ്റി എന്ന യുവ കോൺഗ്രസ് നേതാവ് ഒരു ഇംപ്ലീഡിംഗ് പെറ്റീഷൻ ഹൈക്കോടതിയിൽ ഈ ദേവസ്വം ബെഞ്ച് മുമ്പാകെ കൊടുക്കുന്നില്ല? നിങ്ങളുടെ പാർട്ടി കൊടുക്കുന്നില്ല. ഈ ഉത്തരവാദിത്തപ്പെട്ട ആരോപണം ഉന്നയിക്കുന്നവർ, നിങ്ങളെപ്പോലുള്ള രാഷ്ട്രീയ നേതാക്കളായ ഉത്തരവാദിത്തപ്പെട്ടവർ അത് ചെയ്യേണ്ട അതാണെന്നേ. ജനങ്ങൾക്കറിയാം എന്താണെന്നുള്ളത്. അവർക്ക് അവരുടെ വിശ്വാസമാണ് പ്രധാനം, ഭക്തിയാണ് പ്രധാനം. അതിൽ രാഷ്ട്രീയം കലർത്തുന്നതിന്റെ കാര്യങ്ങളൊക്കെ ജനങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട്. നിങ്ങൾക്കതിൽ നല്ല ഉറപ്പുണ്ടെങ്കിൽ, കടകംപള്ളി ഇതിൻ്റെ അകത്ത് പ്രതിയാണെന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടെങ്കിൽ, റിജിൽ മാക്കുറ്റി താങ്കളുടെ പേരിലൊരു ഇംപ്ലീഡിംഗ് പെറ്റീഷൻ ഹൈക്കോടതി കൊണ്ട് കൊടുക്കുന്നേ, എന്നിട്ട് അവരെ വിചാരണ ചെയ്യുന്നത്. അല്ലാതെ ഇങ്ങനെ ഇതിൻ്റെ അകത്ത് വന്നിരുന്ന ഒരു ഉത്തരവാദിത്വം ഇല്ലാതെ വർത്തമാനം പറയരുത്, വിളിച്ച് പറയരുത്. ഒന്ന്. രണ്ടാമത്, ഞാൻ പലവട്ടം പറഞ്ഞിട്ടുണ്ട് സ്മൃതി, ഇതിൻ്റെ അകത്ത് ദേവസ്വം ബോർഡിന്, തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനേ ഉള്ളൂ റോള്. ദേവസ്വം വകുപ്പിന് റോളില്ല. അത് കവനന്റ് പ്രകാരം വന്നിട്ടുള്ള ഉത്തരവാദിത്വമാണ്. അതിൻ്റെ അകത്ത് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടല്ലോ, ഈ ഡേ ടു ഡേ അഡ്മിനിസ്ട്രേഷൻ ആൻഡ് റിച്വറിസ്റ്റിക് ആയിട്ടുള്ള പോർഷൻ, അത് റിച്വറിസ്റ്റിക് പോർഷൻ ചെയ്യേണ്ടത് ചീഫ് പ്രീസ്റ്റും ശാന്തിയും അടങ്ങുന്ന ഒരു വിഭാഗം. ഡേ ടു ഡേ അഡ്മിനിസ്ട്രേഷൻ നടത്തേണ്ടത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡും അതിലെ സ്റ്റാഫും. അതിന്റെ അപ്പുറത്തേക്ക് ദേവസ്വം വകുപ്പിന്റെ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് ഓവറോൾ അഡ്മിനിസ്ട്രേഷൻ, പൊതുഭരണവും ക്രമസമാധാന പാലനവും. അവർക്ക് ഉത്തരവാദിത്വം. കൊടിമരത്തിലും പാളികളിലുമുള്ള ഒരു വ്യത്യാസം, ഈ പാളികളുടെ കാര്യത്തിൽ അത് ചെമ്പുപാളിയാണെന്ന് മാറ്റി എഴുതി കൊടുത്തിരിക്കുന്നു എന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എന്നുള്ളതാണ്. അതിൽ കൃത്യമായി ഇടപെടലുകളുടെ രേഖകൾ ഉണ്ട് എന്നുള്ളതാണ്. ഇത് തന്ത്രി തന്നെ നിർബന്ധിക്കുന്നതിന്റെ വിവരങ്ങളാണ്. നമുക്ക് രേഖകളായിട്ട് കിട്ടിയിട്ടില്ല. രേഖകളായി കിട്ടിക്കഴിഞ്ഞാൽ മറ്റു വാദം ഉന്നയിക്കാൻ പറ്റും. പക്ഷെ ഇപ്പോൾ വന്നിരിക്കുന്ന രേഖകൾ എന്നുള്ളത് നമ്മുടെ മുന്നിലുള്ളത് എഴുതി കൊടുത്തിരിക്കുന്നതാണല്ലോ. അത് ചെമ്പുപാളിയാണെന്ന് പരസ്യമായി പറയുന്നത് നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അവിടെ അങ്ങ് പറയുന്ന ഒരു തരത്തിലുള്ള സ്വാധീനത്തിനും വഴങ്ങാത്ത SITയുടെ കണ്ടെത്തലാണ് അല്ലേ? അതെ, ഞാൻ ആ കണ്ടെത്തലിനെ കുറിച്ച് തന്നെ അവരുടെ ഹൈക്കോടതിയുടെ ഇടക്കാല ഉത്തരവ് ഈ 2026 ജനുവരി 5-ന് പുറത്തുവിട്ട ഉത്തരവിലെ പേജ് 2 പാർട്ട് 4 ക്ലോസ് 4 അതിൽ ആ പാരഗ്രാഫിൽ അവസാനത്തെ വാചകം 4 ഭാഗങ്ങളുണ്ട് ഇതിനെന്ന് പറഞ്ഞിട്ടാണ്. അതിൽ ദ തേർഡ് ഫേസ്, മൂന്നാം ഘട്ടം, തേർഡ് ഫേസ് pertains to the removal of the gold clad ദ്വാരപാലക idol plates. ശ്രദ്ധിക്കേണ്ടതാണ് ആ വാചകം. The third phase pertains to the removal of the gold clad ദ്വാരപാലക idol plates, side plates and door frame plates in the year 2019. എന്നിട്ട് അടുത്ത വാചകം, the fourth phase covers all transactions relating to the gold plating of the ദ്വാരപാലക idol plates in the year 2025. എന്ന് പറഞ്ഞാൽ ഈ 2019
പിന്നെ ഗോൾഡ് ക്ലാഡ് ഡോറാണ്, സ്വർണം പൊതിഞ്ഞ വാതിലാണ്. അവർ വ്യക്തമായി പറയുകയാണ് ഹൈക്കോടതി അവരുടെ ഇടക്കാല ഉത്തരവിൽ, സ്വർണം പൊതിഞ്ഞ വാതില്. എന്നാൽ അടുത്ത സെന്റൻസ് പറയുന്നതോ, ഫോർത്ത് ഫേസ് കവേഴ്സ് ഓൾ ട്രാൻസാക്ഷൻസ് റിലേറ്റിംഗ് ടു ദ ഗോൾഡ് പ്ലേറ്റിംഗ്. സ്വർണം പൂശിയത്, സ്വർണം പൊതിഞ്ഞതും സ്വർണം പൂശിയതുമായ രണ്ട് കാര്യം അടിസ്ഥാനപരമായി തന്നെ മനസ്സിലാക്കി വിലയിരുത്തി ചിന്തിച്ച് പ്രതികരിക്കേണ്ട വസ്തുതയാണ് ഹൈക്കോടതി ഇടക്കാല ഉത്തരവിൽ ഈ രണ്ട് വാചകങ്ങൾ മാത്രം എടുത്താൽ നമുക്ക് പറയാൻ കഴിയും. ഒന്നിൽ സ്വർണം പൊതിഞ്ഞത്, മറ്റൊന്നിൽ സ്വർണം പൂശിയത് എന്ന് തന്നെയാണ് പറയുന്നത്. അത്ര വ്യക്തതയോടുകൂടിയാണ് പിന്നെ ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ച്, സ്പെഷ്യൽ ബെഞ്ച് ഇക്കാര്യത്തിൽ ഇടക്കാല ഉത്തരവുകൾ പുറപ്പെടുവിച്ചിട്ടുള്ളത്. അതിനെ മറികടക്കുന്ന രീതിയിലാണ് രാഷ്ട്രീയ കാര്യത്തിൽ എന്തൊക്കെയോ ചെയ്തിരിക്കുന്നു, ഇടതുപക്ഷം സഖാക്കൾ കള്ളന്മാരാണ്, കട്ടുകൊണ്ടുപോയി എന്നൊക്കെ പറയുന്നവർക്ക് പറയുന്ന വാക്കുകൾക്ക് എനിക്ക് വാക്കിന് വിലയുണ്ട്. കാരണം അക്ഷരത്തെ അങ്ങേയറ്റം വിശ്വസിക്കാനാണ് ഞാൻ പറയുന്നത്. ഈ കോടതി ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണല്ലോ അകത്ത് കിടക്കുന്നത് രണ്ട് CPM, രണ്ടല്ലോ CPM നേതാക്കൾ അകത്ത് കിടക്കുന്ന, ജയിലിൽ കിടക്കുന്ന CPM നേതാക്കൾ ജാമ്യം കിട്ടാതെ നടക്കുന്ന. കുഴപ്പമില്ലെങ്കിൽ പ്രശ്നമില്ല. അത് താങ്കൾക്കോ ഇവിടെ ഇരിക്കുന്ന എനിക്കോ അതിൻ്റെ അകത്ത് ഖേദിക്കേണ്ട കാര്യമില്ല. അവരുടെ പേരിലുള്ള ചാർജ് ഷീറ്റ് എന്താണോ ആ ചാർജ് ഷീറ്റ് വരുമ്പോൾ ഞങ്ങൾ ആവശ്യമായ നടപടി എടുത്തോളാമെന്ന് CPMന്റെ സ്റ്റേറ്റ് സെക്രട്ടറി പറഞ്ഞിട്ടുണ്ടല്ലോ. പരസ്യമായി ഒന്നല്ല, പലതവണ പറഞ്ഞിട്ടുണ്ട്. അതിന്റെ അപ്പുറത്തേക്ക് എന്തുറപ്പാണ് ജനങ്ങൾക്ക് വേണ്ടത്? അത് ശരിയാണ്. ഞാൻ തിരിച്ചെത്താം. ശ്രീ മധു മണിമലയും ശ്രീ TK രാജഗോപാലും പ്രതികരിച്ചിട്ടില്ല, അവരിലേക്ക് വരേണ്ടതുണ്ട്. ഇടവേളയ്ക്ക് ശേഷം ശ്രീ മധു മണിമല, ഇപ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റി എപ്പോഴാണ് ശബരിമലയിൽ എത്തുന്നത്? ഈ പരികർമ്മിയായിട്ടാണല്ലോ എത്തുന്നത്? അത് UDF കാലത്താണ് എന്നുള്ള ആരോപണമാണ് ഇപ്പോൾ CPM ആവർത്തിച്ചുന്നയിക്കുന്നത്. അങ്ങേക്ക് ശബരിമലയുമായിട്ട് നേരിട്ട് ബന്ധമുള്ളതാണ്, അങ്ങേക്ക് കൃത്യമായ കാലവും അറിയാമല്ലോ. ഏത് സമയത്താണ് ഇയാൾ വരുന്നത്? പരികർമ്മിയായി വന്ന ശേഷം പിന്നെ വലിയ രൂപത്തിൽ അയാൾ വളരുകയായിരുന്നു. അത് ഏത് കാലത്താണ്? ഒരു പ്രത്യേക കാലത്തിൽ മാത്രം വളരുക എന്നില്ലല്ലോ, അത് ഒരു പടിപടിയായി സംഭവിക്കുന്നതാണ്. അപ്പോൾ UDF കാലത്ത് എങ്ങനെയാണ് പോറ്റിയെ അത് സഹായിച്ചിട്ടുള്ളത്? അതെ, അല്ലല്ല, ശ്രീ മധു ഉണ്ണികൃഷ്ണൻ പോറ്റി ശബരിമല ആദ്യമായിട്ട് വരുന്നത് 2007 അത് ഞാൻ ആദ്യം തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. 2007 മെയ് മാസം 3-ാം തീയതിയാണ്, 2-ാം തീയതിയാണ് ഗുപ്തൻ പ്രസിഡന്റായിട്ട് വരുന്നത്. 2009 മെയ് മാസം 2-ാം തീയതി വരെയായിരുന്നു അദ്ദേഹത്തിൻ്റെ കാലാവധി. ഈ സമയത്താണ് അന്ന് ആലപ്പുഴക്കാരൻ മാധവൻ പോറ്റി എന്ന് പറഞ്ഞ ആളാണ് ശബരിമലയിലെ കീഴ്ശാന്തി. അദ്ദേഹത്തിൻ്റെ കീഴിൽ അദ്ദേഹത്തിൻ്റെ പരികർമ്മിയായിട്ടായിരുന്നു ഉണ്ണികൃഷ്ണൻ പോറ്റി ശബരിമല ആദ്യമായിട്ട് വരുന്നത്. അതിനുശേഷം പിന്നീട് വന്ന എല്ലാ കീഴ്ശാന്തിമാരോടൊപ്പവും പല മേൽശാന്തിമാരോടൊപ്പവും അദ്ദേഹം സഹായിയായിട്ട് അവിടെ പ്രവർത്തിച്ചിട്ടുണ്ട്. ഇദ്ദേഹം ആദ്യമായിട്ട് ശബരിമല വരുന്നത് തന്ത്രി രാജീവരുടെ നോമിനിയായിട്ട് തന്ത്രി രാജീവരുടെ ശുപാർശയിന്മേലാണ്. അദ്ദേഹം അത് ആദ്യം നിഷേധിച്ചുവെങ്കിലും അത് പിന്നീട് SIT അത് കണ്ടെത്തി. 2007 കാലത്ത് ശബരിമലയിൽ കീഴ്ശാന്തിയുടെ പരികർമ്മിയായിട്ട് വന്നയാൾ 22 വർഷത്തോളം രാജീവ് തന്ത്രിയായിട്ടുള്ള അടുപ്പം ഉണ്ടെന്നുള്ളത് അവിടെ തെളിഞ്ഞു കഴിഞ്ഞു. കാരണം ശബരിമലയിൽ വരുന്നത് 2007 2004 മുതൽ തന്നെ രാജീവ് തന്ത്രിയും ഉണ്ണികൃഷ്ണൻ പോറ്റിയും തമ്മിൽ ബാംഗ്ലൂർ വെച്ച് അടുപ്പം ഉണ്ടായിരുന്നു. ഈ കാര്യങ്ങളെല്ലാം പുറത്തു വന്നത് ശബരിമല മുൻ മേൽശാന്തിയായിരുന്ന ഈ SC ശങ്കരൻ നമ്പൂതിരി ദേവസ്വം കമ്മീഷണർക്ക് ഒരു പരാതി കൊടുത്തിരുന്നു. ആ പരാതിയുടെ പകർപ്പ് എനിക്ക് അദ്ദേഹം അയച്ചു തന്നിരുന്നു. എനിക്ക് കിട്ടിയ പകർപ്പ് ഞാൻ വിജിലൻസ് SITക്ക് കൈമാറുകയും SIT അതേക്കുറിച്ച് അന്വേഷണം നടത്തുകയും ചെയ്തു. അങ്ങനെയാണ് ബാംഗ്ലൂരിൽ പോയി ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയും ശബരിമല തന്ത്രി കണ്ഠരര് രാജീവരും തമ്മിൽ 22 വർഷത്തെ അടുത്ത ബന്ധവും സൗഹൃദവും ഉണ്ടെന്ന് SITക്ക് മനസ്സിലാകുന്നത്. അന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റി വരുന്ന കാലത്ത് ഗുപ്തനായിരുന്നു ദേവസ്വം ബോർഡിൻ്റെ പ്രസിഡന്റ്. 2007 ഈ വരുന്ന കാലം എന്നത് എത്രത്തോളം പ്രധാനമാണെന്ന് അറിയില്ല. ഇതിൽ ഇപ്പോൾ ദേവസ്വം ബോർഡിന് ഇതിൽ എത്ര റോളുണ്ട് എന്നൊരു പ്രധാനപ്പെട്ട ചോദ്യമാണല്ലോ. ഇപ്പോൾ ഈ പറയുന്ന കൊടിമരവുമായി ബന്ധപ്പെട്ട് ദേവസ്വം ബോർഡിന് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ലായിരുന്നു, തന്ത്രിയുടെ നിർബന്ധം എന്നുള്ള വിവരമടക്കം പുറത്തു വരുന്നു. അങ്ങനെയെങ്കിൽ ഈ കൊണ്ടുവന്നതും അവിടെ നിയമിക്കുന്നതും എല്ലാം തന്ത്രിയുടെ നിലപാടായിരുന്നു. ശ്രീ മധു മണിമല, ഈ ശബരിമലയിൽ ഈ ദേവസ്വം ബോർഡിൻ്റെ സ്റ്റാഫല്ല മേൽശാന്തിയും പിന്നെ തന്ത്രിയും ഒന്നും. പക്ഷേ ശബരിമല കീഴ്ശാന്തിയായിട്ട് വരുന്നയാൾ മിക്കവാറും ദേവസ്വം ബോർഡിൻ്റെ ഏതെങ്കിലും ക്ഷേത്രത്തിലെ ശാന്തിക്കാരായിരിക്കും. അവരായിരിക്കും കീഴ്ശാന്തിയായിട്ട് വരിക. കീഴ്ശാന്തിയായിട്ട് വന്നു കഴിഞ്ഞാൽ അവരുടെ കീഴിലുള്ള പരികർമ്മികളെ നിയമിക്കുന്നതും കൊണ്ടുവരുന്നതും അവർക്ക് ശമ്പളം കൊടുക്കുന്നതും മറ്റ് സൗകര്യങ്ങളെല്ലാം ചെയ്തു കൊടുക്കുന്ന അവരുടെ ഉത്തരവാദിത്തം. അത് ദേവസ്വം ബോർഡുമായിട്ട് എനിക്ക് യാതൊരു ബന്ധവുമില്ല. ദേവസ്വം ബോർഡിൻ്റെ ജീവനക്കാരുമല്ല ഇവർ.
ഇവർക്ക് കിട്ടുന്ന ദക്ഷിണ അല്ലെങ്കിൽ മേൽശാന്തിയോ അല്ലെങ്കിൽ കീഴ്ശാന്തിയോ കൊടുക്കുന്ന പ്രതിഫലമാണ് അവർക്കുള്ളത്. ദേവസ്വം ബോർഡിന് ഇവരുടെ മേൽ യാതൊരു അധികാരാവകാശങ്ങളുമില്ല. എന്നോടൊപ്പം ആരൊക്കെ നിൽക്കണം, ഞാൻ എൻ്റെ കാര്യങ്ങൾ ആരും നോക്കണമെന്ന് തീരുമാനിക്കുന്നത് അവർ തന്നെയാണ്. അല്ലാതെ അതിൻ്റെ അത് ദേവസ്വം ബോർഡ് കൈ കടത്താറില്ല. ദേവസ്വം ബോർഡിന് അതിൻ്റെ അത് ഇടപെടുന്ന കാര്യമില്ല. കാരണം തന്ത്രിയോടൊപ്പം നിൽക്കുന്ന ആൾക്കാർ തന്ത്രിയുടെ ഇഷ്ടക്കാർ, തന്ത്രിക്ക് സ്വന്തക്കാർ, തന്ത്രിക്ക് വേണ്ടപ്പെട്ടവരാണ്. അതുപോലെ മേൽശാന്തി കൊണ്ടുവരുന്ന ആൾക്കാരാണ് മേൽശാന്തിയോടൊപ്പം നിൽക്കുന്നത്. കീഴ്ശാന്തിയോടൊപ്പം നിൽക്കുന്നത് കീഴ്ശാന്തിക്ക് ഇഷ്ടപ്പെട്ട ആൾക്കാരാണ്. അതൊന്നും ദേവസ്വം ബോർഡിൻ്റെ സ്റ്റാഫല്ല. ദേവസ്വം ബോർഡ് അതിന്മേൽ നിയന്ത്രണവും അധികാരങ്ങളുമില്ല. അത് ഇതുവരെ പാലിച്ചിട്ടില്ല. ഇപ്പോഴാണ് ഈ പ്രശ്നങ്ങളൊക്കെ വന്നതിന് ശേഷമാണ് ദേവസ്വം ബോർഡ് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തി തുടങ്ങിയത്. ഇപ്പോൾ ശബരിമല ശ്രീകോവിൽ കയറുന്ന ആൾക്കും ഐഡൻറ്റി കാർഡ് വേണം, അവർക്ക് അവരുടെ നാട്ടിലുള്ള പോലീസ് സ്റ്റേഷനിൽ നിന്നും ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് വേണം. ഇതൊക്കെ കൊണ്ടുവന്നെങ്കിൽ മാത്രമേ ശബരിമല നിൽക്കാൻ പറ്റുള്ളൂ. മുൻപ് അങ്ങനെയല്ല. ഇഷ്ടക്കാരോ ബന്ധുക്കളോ സ്വന്തക്കാരോ ആര് വന്നാലും അവർക്ക് മേൽശാന്തിയോടൊപ്പം അല്ലെങ്കിൽ തന്ത്രിയോടൊപ്പം അല്ലെങ്കിൽ കീഴ്ശാന്തിയോടൊപ്പം ശ്രീകോവിൽ കയറാവുന്ന ഒരു അവസ്ഥയുണ്ടായിരുന്നു. ഈ അവസ്ഥയൊക്കെ ഇന്ന് മാറി കഴിഞ്ഞിട്ടുണ്ട്. ഈ പ്രശ്നങ്ങൾ വന്നപ്പോഴാണ് ഇതെല്ലാം മാറിയത്. ഈ ശബരിമല കൊടിമരത്തിൻ്റെ കാര്യം തന്നെ പറഞ്ഞാൽ ശബരിമലത്തെ കൊടിമരം കോൺക്രീറ്റ് ആയിരുന്നു. അത് 1970 തന്ത്രി ശങ്കരനും തന്ത്രി മഹേശ്വരനും തന്ത്രി മോഹനൻ തന്ത്രി അന്ന് പയ്യന, ഇവർ 3 പേരോടാണ് അവർ പ്രതിഷ്ഠ നടത്തിയത്. ഈ ദേവപ്രശ്നം നടക്കുമ്പോൾ തന്നെ അവിടെ പറഞ്ഞു തടി കൊണ്ടുള്ള കൊടിമരമാണ്, അതിന് ചുവട് ജീർണിച്ചു പോയി, കൃമികീടങ്ങളുണ്ട്, അത് ശബരിമലയ്ക്ക് ദോഷമാണ്, ഭക്തജനങ്ങൾ ദോഷമാണ്, അത് അടിയന്തരമായിട്ട് മാറ്റണമെന്നായിരുന്നു പ്രശ്നക്കാരൻ്റെ വിധി. ആ സമയത്ത് അവിടെ സന്നിഹിതനായിരുന്ന മുൻ ശബരിമല മേൽശാന്തി, മുൻ ഗുരുവായൂർ മേൽശാന്തി ബ്രഹ്മശ്രീ എഴിക്കോട് ശശി നമ്പൂതിരി പറഞ്ഞു, ഇത് കോൺക്രീറ്റ് ആണ് കൊടിമരം, തടിയല്ല. കോൺക്രീറ്റ് എങ്ങനെയാണ് കുശുത്തു മാറുന്നത്, അവിടെ എങ്ങനെയാണ് ക്രിമികീടങ്ങൾ ഉണ്ടാകുന്നത് അദ്ദേഹം ചോദ്യം ചെയ്തു. അപ്പോൾ തന്ത്രി അദ്ദേഹത്തോട് പറഞ്ഞു, നിങ്ങളും ഉണ്ടായിരുന്നു, നിങ്ങൾക്ക് എന്തറിയാം, നിങ്ങളും ഉണ്ടായിരിക്കാൻ പറഞ്ഞു. പിന്നെ അദ്ദേഹം അത് കഴിഞ്ഞ് കൊടിമരം മാറ്റി കഴിഞ്ഞ് രാജീവ് തന്ത്രിയാ പറഞ്ഞു, ഞാനിവിടെ രാജീവ് തന്ത്രിയെ പറഞ്ഞു ഞാനവിടെ സന്നിഹിതനാണപ്പം ഈ സമയത്ത് ഞാനിവിടെ ഉണ്ട്. ശബരിമല കൊടിമരം കൊടിമരമല്ല, ശബരിമല ശ്രീകോവിൽ സ്വർണ്ണം പൂശാനായിട്ട് വിജയമല്ലേ. ശ്രീ മധു മണിമല, എന്റെ ഒരു സംശയം, അന്ന് അദ്ദേഹം രാജീവർ അത്ര പ്രധാനിയല്ലല്ലോ. ഈ കൊടിമരം അച്ഛനും അദ്ദേഹത്തിന്റെ മൂത്ത സഹോദരനാണല്ലോ. രാജീവര് പ്രധാനിയാണ്. ശബരിമല തന്ത്രി കേസ് ഉണ്ടാകുന്നത് 2006 2006 ശേഷം മോഹനൻ തന്ത്രി ശബരിമല വന്നിട്ടേ ഇല്ല. പിന്നെ മഹേശ്വരൻ തന്ത്രിയും രാജീവ് തന്ത്രിയുമായിരുന്നു ഒന്നിടപെട്ട വർഷങ്ങളിൽ ശബരിമല വന്നുകൊണ്ടിരുന്നത്. ഈ കൊടിമര പ്രതിഷ്ഠ നടക്കുന്നത് രാജീവ് തന്ത്രിയുടെ കാലത്താണ്. രാജീവ് തന്ത്രിയാണ് അതിന് നേതൃത്വം കൊടുത്തത്. രാജീവ് തന്ത്രിയുടെ താല്പര്യപ്രകാരമാണ് ഈ സ്പോൺസർ അവിടെ വരുന്നത്. ഈ സ്പോൺസർ അവിടെ വന്ന് യാതൊരു കേടുപാടുകളും ഇല്ലാത്ത ഒരു കൊടിമരം മാറ്റേണ്ട ആവശ്യമില്ല. കോൺക്രീറ്റ് കൊടിമരമാണെന്ന് അറിയാതെ അവർ ദഹിപ്പിക്കാൻ വേണ്ടി ചെത ഒരുക്കി കഴിഞ്ഞപ്പോൾ ഈ വാജിവാഹനം ഇറക്കുന്ന അനന്തനാചാരിയും അവരുടെ പണിക്കാരും കൂടാണ്. അത് കയറിൽ കെട്ടി താഴോട്ട് ഇറക്കുമ്പോൾ ഏറ്റുവാങ്ങുന്നത് നമ്മുടെ താഴെ നിൽക്കുന്ന ASP കുറുപ്പും പറ്റുമാണ്. അദ്ദേഹം ഏറ്റുവാങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ രാജീവ് തന്ത്രി കടന്നു വന്നിട്ട് പറഞ്ഞു, ഇത് തന്ത്രിക്ക് അവകാശപ്പെട്ട, എനിക്ക് അവകാശപ്പെട്ടതാണെന്നല്ലാതെ പറഞ്ഞത്, തന്ത്രിക്ക് അവകാശപ്പെട്ടതാണെന്ന് പറഞ്ഞു. അപ്പോൾ ASP കുറുപ്പ് പ്രയാർ ഗോപാലകൃഷ്ണൻ നേരെ ഒന്ന് നോക്കി. പ്രയാർ ഗോപാലകൃഷ്ണൻ ASP കുറുപ്പിൻ്റെ നേരെ നോക്കി. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, തന്ത്രിക്ക് അവകാശപ്പെട്ട തന്ത്രിക്ക് കൊടുത്തേക്കാൻ പറഞ്ഞു. പ്രയാറിന് ഇതൊന്നുമല്ല. പ്രയാർ ശ്രീകോവിൽ അഭിമുഖമായിട്ട് ദേവൻ അഭിമുഖമായിട്ട് നിന്നു. തന്ത്രി കിഴക്കോട്ട് നോക്കി നിന്നു. ഇത് കൈമാറുമായിരുന്നു. അപ്പം ഈ അജയ് തറയിലും രാഘവൻ മെമ്പറും അവിടെ സന്നിഹിതരാണ്. ഞങ്ങളെല്ലാവരും നോക്കി നിൽക്കുമ്പോൾ തന്നെയാണ് ഈ കൈമാറ്റം നടന്നത്. തന്ത്രി ആവശ്യപ്പെട്ടു, തന്ത്രിക്ക് അവകാശപ്പെട്ടതാണെന്ന്. അദ്ദേഹത്തിന് അതേപ്പറ്റി അറിയത്തില്ല, അദ്ദേഹം കൊടുത്തു. അതിനുശേഷം ഞങ്ങൾ തന്ത്രിമുറി പോയി ഈ വാജിവാഹനത്തെ തൊട്ട് തൊഴുകയും ചെയ്തു. അത് കഴിഞ്ഞ് തന്ത്രി ഈ വാജിവാഹനത്തെക്കുറിച്ച് യാതൊരു അറിവുമില്ല. അന്നേരം തന്നെ ഈ പറകൾ മുഴുവൻ ഇറക്കി, അഷ്ടതിക്ക് പലരെ ഇറക്കി, അവിടെ വെച്ച് ശ്രീകോവിലിനെ കിഴക്കോട്ട് തിരിഞ്ഞ് ഒരു മേശയും കസേരയിട്ട് അവിടെ വെച്ച് തന്നെ ഓരോന്ന് പെട്ടിത്രാശയെ തൂക്കം നോക്കി മഹസർ എഴുതി ഇട്ടാണ് അവിടെ നിന്ന് ഈ സാധനം മാറ്റിയത്. ഇത് ആറന്മുള സ്ട്രോങ് റൂമിലേക്കാണ് മാറ്റിയതെന്നാണ് പറഞ്ഞത്. സ്ട്രോങ് റൂമിൽ പോയിട്ടുണ്ടോ ഇല്ലയോ എന്നറിയത്തില്ല. പിന്നീട് ഈ വാജിവാഹനത്തിൻ്റെ പ്രശ്നം വന്നപ്പോൾ ഞാനാണിത് ആദ്യമായിട്ട് വാജിവാഹനം, ഇങ്ങനെ ഒരു വാജിവാഹനം ഉണ്ടായിരുന്നു, അത് കൊണ്ടുപോയിട്ടുണ്ടോ, അത് എവിടെയാണെന്ന് അറിയത്തില്ല. അപ്പോൾ ഞാൻ ദേവസ്വം കമ്മീഷനെ വിളിച്ച് ചോദിച്ചപ്പോൾ ദേവസ്വം കമ്മീഷൻ പറഞ്ഞു എനിക്കറിയത്തില്ല, ഞാൻ പുതിയ ആളാണ്. തിരുവാഭരണ കമ്മീഷനോട് ചോദിക്കാം. അവിടെ ചോദിച്ചപ്പോൾ അവിടെ ദേവസ്വം സ്ട്രോങ് റൂമിൽ അങ്ങനെ ഒരു വാജിവാഹനമില്ല. അതേ തുടർന്നാണ് ഈ വാജിവാഹനത്തെക്കുറിച്ച് അന്വേഷണം ആരംഭിച്ചത്. ആദ്യം രാജീവ് തന്ത്രി സമ്മതിച്ചില്ല. അവസാനം പ്രശ്നങ്ങൾ വന്നു. ഞാൻ സോഷ്യൽ മീഡിയയിലൊക്കെ കൊടുത്തതിന് ശേഷം അദ്ദേഹം പറഞ്ഞു എൻ്റെ കയ്യിൽ വാജിവാഹനം ഉണ്ട്. എങ്കിലും അത് പത്രക്കാർ ചോദിച്ചപ്പോൾ പത്രക്കാർക്ക് മുമ്പിൽ കാണിക്കാൻ അദ്ദേഹം തയ്യാറായില്ല. അത് കഴിഞ്ഞ് ഞങ്ങൾ തന്ത്രിയുടെ വീട്ടിലേക്ക് ഒരു നാമജപ ഘോഷയാത്രയും മറ്റും പ്ലാൻ ചെയ്തു. അത് വാർത്ത വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ശബരിമല സ്പെഷ്യൽ കമ്മീഷൻ ഞങ്ങളോട് പറഞ്ഞു തന്ത്രി വാജിവാഹനം തിരിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് നാമജപ ഘോഷയാത്രയ്ക്ക് ഒഴിവാക്കണം. താഴെ മഠത്തിൽ ഒരു കുടുംബമല്ല 2 കുടുംബമില്ലേ, അപ്പോൾ അവർക്കത് മോശമാണ്, അതുകൊണ്ട് അത് ഒഴിവാക്കിക്കൂടെ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ എല്ലാവരോടും ആലോചിച്ചിട്ട് ആ നാമജപ ഘോഷയാത്ര വേണ്ടാന്ന് വെച്ചു. അപ്പോൾ തന്ത്രി ഇത് തിരിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞിരുന്നു. പക്ഷേ തന്ത്രി ഇത് തിരിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞെങ്കിൽ പോലും ഈ വാജിവാഹനം ഒറിജിനലാണോ എന്ന കാര്യത്തിൽ എനിക്ക് സംശയം വന്നു. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ശബരിമലയിൽ നിന്നും 2007 തന്ത്രി രാജീവർ കൊണ്ടുപോയ വാജിവാഹനം പിന്നെ പുരാവസ്തു വകുപ്പിലെ വിദഗ്ധ സംഘം പരിശോധിച്ച് അത് ഇത്രയും കാലപ്പഴക്കമുള്ളതാണ്. 1970 സ്ഥാപിച്ചതാണ് ശബരിമലത്തെ ആദ്യത്തെ കൊടിമരം. ആ കൊടിമരത്തിൽ ഇരുന്ന വാജിവാഹനം തന്നെയാണോ, അതിൻ്റെ കാലപ്പഴക്കം നിർണ്ണയിക്കണം, മൂല്യം നിർണ്ണയിക്കണം, എന്നിട്ട് മാത്രമേ ദേവസ്വം ബോർഡ് ഏറ്റുവാങ്ങാമെന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് ദേവസ്വം ബോർഡ് ഏറ്റുവാങ്ങാതിരുന്നത്.
ഇപ്പം SIT സംഘം എങ്ങനെയാണ് രാജീവ് തന്ത്രി എത്തിയത്? രാജീവ് തന്ത്രി പറഞ്ഞ മുഴുവൻ കള്ളത്തരമാണെന്ന് അവർക്ക് ബോധ്യമായി. അവരും ആദ്യം പലവട്ടം അദ്ദേഹത്തെ ചോദ്യം ചെയ്തു. അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളിൽ അവർ വിശ്വസിച്ച് വരുത്തി. അപ്പോൾ അതേ ഓർത്ത് എന്നെ സംശയമില്ല, എനിക്ക് പ്രശ്നമൊന്നുമില്ല. അവർ തന്ത്രപൂർവ്വം അവിടെ വിളിച്ചു വരുത്തി ഉണ്ണികൃഷ്ണൻ പോറ്റി കൊടുത്ത മൊഴികളും തന്ത്രി ആദ്യം പറഞ്ഞ മൊഴികളും കൂട്ടി യോജിപ്പിക്കാൻ നോക്കിയപ്പോൾ യോജിക്കുന്നില്ല. അവസാനം രാജീവ് തന്ത്രിക്ക് തെറ്റ് സമ്മതിക്കേണ്ടി വന്നു. അദ്ദേഹം പറയാം, എനിക്ക് ഇത്രയും വർഷമായിട്ട് രാജീവ് തന്ത്രി ഉണ്ണികൃഷ്ണൻ പോറ്റിയെ പരിചയമുണ്ട്, ഇയാൾ ഇത്തരക്കാരാണെന്ന് ഞാൻ അറിഞ്ഞില്ല, ഞാൻ ശുപാർശയിലാണ് ശബരിമല. അത് ആദ്യം തന്ത്രി പറഞ്ഞത് അദ്ദേഹം കുറ്റക്കാരനാവുകയില്ല. അദ്ദേഹം സത്യം മറച്ചു വെച്ചു. എന്തിനാണ് സത്യം മറച്ചു വെച്ചത്? ശബരിമല ലോകാരാധ്യനായ തന്ത്രിയാണ് അദ്ദേഹം. ശബരിമല വരുന്ന എല്ലാ ഭക്തരും ശബരിമല അയ്യപ്പൻ കഴിഞ്ഞ പിന്നെ തന്ത്രിയാണ് വിശ്വസിക്കുന്നത്. ഞാൻ ഉൾപ്പെടെയല്ല, എല്ലാവരും. ഞാൻ ഈ കൊടിമരത്തിൻ്റെ ഇടപാടുമായിട്ട് ബന്ധപ്പെട്ട് അവിടെ കുറ്റങ്ങൾ കണ്ടപ്പോഴാണ് ഞാൻ തന്ത്രിയായിട്ട് ഇടഞ്ഞത്. കാരണം ഞാൻ പുണ്യദർശനം എന്നൊരു മാസിക കഴിഞ്ഞ് 25 വർഷമായിട്ട് നടന്നുണ്ട്. അതിൻ്റെ അകത്ത് 2017 ജൂൺ മാസത്തിലാണ് ഞാൻ ഈ കൊടിമരത്തിൻ്റെ കാര്യം പ്രസിദ്ധീകരിക്കുന്നത്. അത് കഴിഞ്ഞ് കൊടിമര പ്രതിഷ്ഠ കഴിഞ്ഞതിൻ്റെ അന്ന് തന്നെ, കൊടിമര പ്രതിഷ്ഠ കഴിഞ്ഞ് അരമണിക്കൂറുള്ളിൽ ഈ തന്ത്രി തന്നെയാണ് കൊടിമര അശുദ്ധമാക്കിയത്. അതിനുശേഷമാണ് അവർ മെർക്കുറി ഒഴിച്ച് കൊടിമര അശുദ്ധമാക്കുന്നത്. അതിൻ്റെ വാർത്ത 2017 ജൂലൈയിലക്കം പുണ്യദർശനം മാസയിൽ അടിച്ചു വന്നതിന് ശേഷമാണ് രാജീവ് തന്ത്രി എന്നെ വിളിച്ച് ചോദിക്കുന്നു, പുണ്യദർശൻ്റെ അഡ്വൈസറി ബോർഡ് ചെയർമാനായിട്ട് മധുമണി എൻ്റെ പേരാണ് വെച്ചിരിക്കുന്നത്, എന്നിട്ട് എനിക്കെതിരെ വാർത്ത കൊടുത്തു. ഞാൻ പറഞ്ഞു എനിക്ക് അയ്യപ്പനാണ് മുഖ്യം, തന്ത്രിയല്ല എന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഞങ്ങൾ തന്നെ അഭിപ്രായ വ്യത്യാസം ഉണ്ടായത്. പിന്നീടാണ് ഞാൻ ഇതേക്കുറിച്ച് അന്വേഷിച്ചത്. ഇതാണ് ശരി. ശ്രീ TK രാജഗോപാൽ, എന്തൊക്കെയാണ് കേൾക്കുന്നത്? യഥാർത്ഥ വില്ലൻ തന്ത്രിയാണ് എന്നതിന്റെ സൂചനകളാണോ ഇപ്പോൾ വരുന്നത്? ഇപ്പോൾ രണ്ടാമത്തെ കേസിലും തന്ത്രിയുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയ ദിവസം കൂടിയാണ്. അപ്പോൾ എല്ലാ ഗൂഢാലോചനയും തന്ത്രിയിൽ നിന്ന് തുടങ്ങുന്നു എന്നാണോ മനസ്സിലാക്കേണ്ടത്? രണ്ടാമത്തെ കാര്യം, ഇപ്പോൾ 2 കാലഘട്ടത്തെക്കുറിച്ചാണല്ലോ, UDF കാലം LDF കാലം എന്ന് പറയുന്നു. വന്നത് LDF കാലത്താണ് എന്നിപ്പോൾ ശ്രീ മധുമണിവല്ല പറയാം. 2007 അന്നത്തെ മാതൃഭൂമി പത്രത്തിലെ പടവും ഒരു തെളിവായി അവിടെ നിൽക്കുന്നുണ്ട്. 2007 വന്നത് എന്ന്. എപ്പോൾ വന്നതായാലും ഈ പറഞ്ഞ കൊടിമരം മാറ്റുന്ന ഘട്ടത്തിൽ അവിടെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അടക്കമുള്ളവർ അവർക്ക് അധികാരമില്ലാതെ അത് നോക്കി നിൽക്കുന്നു. പക്ഷേ 2019 ആകുമ്പോഴേക്കും ദേവസ്വം ബോർഡിന് റോള് വരുന്നു. അതെങ്ങനെയാണ് നമുക്ക് ആ രൂപത്തിൽ അതിനെ കാണാൻ പറ്റില്ല? ശ്രീ രാജഗോപാൽ. സ്മൃതി, എന്തായാലും തന്ത്രി ശബരിമലയെ കയറി അല്ലേ? പോറ്റി ശബരിമലയെ കയറി എന്നുള്ള കാര്യം വ്യക്തമാണ്. പോറ്റി ശബരിമല അത് 2004 ആണോ 2007 ആണോ? അത്രേ ഉള്ളൂ തർക്കം. അത് 2004 മുതൽ രാജീവ് തന്ത്രിക്ക് പരിചയമുണ്ട്, ബാംഗ്ലൂരിൽ വെച്ചുള്ള പരിചയമുണ്ട്. ആ പരിചയത്തിന്റെ പുറത്ത് ഇയാൾ വന്നിട്ടുണ്ടോ? അതോ 2007 വന്നത്? 2007 വന്നത്. എന്തായാലും നീലിമലയെ കൂടെ 2 വഴിയുണ്ട്. നീലിമല താഴ്വശത്തൂടെ 2 വഴികളാണ്. ഒന്നുകിൽ അത് വലത്തേക്ക് തിരിഞ്ഞ 2004 കാലഘട്ടം പറഞ്ഞാൽ വലത്തേക്ക് തിരിഞ്ഞ് സ്വാമിയപ്പൻ റോഡ് വഴി കയറി വരാം. അതല്ലെങ്കിൽ നേരെ അപ്പാച്ചിമേട് വഴി വരാം, ഇടത്തോട്ട് തിരിഞ്ഞാണെങ്കിൽ. രണ്ടായാലും മരക്കൂട്ടത്ത് വരണം. മരക്കൂട്ടത്ത് വന്നിട്ട് മാത്രമേ സന്നിധാനത്ത് എത്താൻ സാധിക്കുകയുള്ളൂ. പിന്നെ ചന്ദ്രാനന്ദൻ റോഡ് വഴി തന്ത്രി പോയിട്ടുണ്ടോ നമുക്ക് അറിഞ്ഞൂടെ. ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾക്ക് ഇവരൊക്കെ ചിന്തിക്കാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. പക്ഷെ തന്ത്രി ഈ രാഷ്ട്രീയക്കാരെയൊക്കെ പോറ്റി ഈ രാഷ്ട്രീയക്കാരെയൊക്കെ വെട്ടിയ ആളാണ്. അദ്ദേഹത്തിന് എല്ലാ കാര്യങ്ങളും അറിയാം, പോറ്റിക്ക് എല്ലാം കൃത്യമായിട്ട് അറിയാം. ഒരുപക്ഷെ ഞാൻ സംശയിക്കുന്നത് ഇയാൾ പുറവശത്തൂടെ പാണ്ടിത്താവളം വഴിയാണോ വന്നതെന്നുള്ളതാണ്. പോറ്റിയുടെ എല്ലാ ഓപ്പറേഷൻസും അങ്ങനെയാണല്ലോ വന്നിരിക്കുന്നത്. തമിഴ്നാട്, ബാംഗ്ലൂര് ഇതൊക്കെ കേന്ദ്രീകരിച്ചാണ് പോറ്റി ഓപ്പറേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പൊ ശബരിമലയിൽ വന്ന 2007 ചിത്രമാണ് നമ്മൾ കണ്ടത്. 2007 അതിനു മുമ്പ് ചിത്രങ്ങളുണ്ട്, അതിനു മുമ്പുള്ള ചിത്രങ്ങളുണ്ട്. ഒരു പക്ഷെങ്കിൽ ഈ ആർക്കൈവ്സിലൊക്കെ തപ്പി നോക്കണം. ഇപ്പൊ ഇയാളിങ്ങനൊരു കഥാപാത്രമാണെന്ന് അറിഞ്ഞുകൊണ്ടല്ല. അപ്പൊ ഈ പഴയ നമ്മുടെ ഒരു ഫോട്ടോഗ്രാഫർ, രതീഷ് എന്നുള്ള ഫോട്ടോഗ്രാഫർ തപ്പിയപ്പോ കിട്ടിയതാണ്. ഇനി അതിന് മുമ്പുള്ള ചിത്രങ്ങളുണ്ടോ അറിഞ്ഞുകൂടാ, അത് അന്വേഷിക്കേണ്ടി വരും. ഈ പരികർമ്മിയായി എത്തിയത് ഏത് വർഷമാണെന്നുള്ളതാണ് പ്രധാനം. ഒന്നുകൂടെ ചോദ്യം കേട്ടില്ല, ഒന്നുകൂടെ ചോദിച്ചാണ്. ശബരിമലയിലെ സഹായിയായിട്ട് വന്നത്, ഈ മേൽശാന്തിയുടെ സഹായിയായിട്ട് വന്നത് ഏത് വർഷമാണ് എന്നുള്ളതാണ് പ്രധാനം. അപ്പോഴാണ് അത്തരം കാര്യങ്ങളെ സംബന്ധിച്ചുള്ള ആധികാരികത പറയണമെന്നുണ്ടെങ്കിൽ 2-3 ആളുകൾക്കേ പറയാനൊക്കത്തുള്ളൂ. ഒന്ന്, കൃത്യമായിട്ട് തന്ത്രിക്ക് പറയാൻ പറ്റും എപ്പോഴാണ് കൊണ്ടുവന്നെന്നുള്ളത്, എപ്പോഴാണ് എത്തിയെന്നുള്ളത് കൃത്യമായിട്ട് പറയാൻ പറ്റുന്നതാണ്. അല്ലെങ്കിൽ മുമ്പേ മധുമണിമല സൂചിപ്പിച്ച ശ്രീ മാധവൻ പോറ്റിക്ക് പറയാൻ പറ്റും എന്നാണ് കൃത്യമായിട്ട് കൊണ്ടുവന്നുള്ളത്. ഇത് രണ്ടും മൊഴികൾ SIT മുമ്പിൽ ഉണ്ടാകും. SIT അതിനെ മൊഴിയെടുത്തിട്ടുണ്ടാകും. പിന്നെ നമ്മുടെ മുമ്പിൽ ഉണ്ടാകുള്ളതെന്ന് പറഞ്ഞ പത്മകുമാർ പറഞ്ഞ വാക്കുകളാണ്. പത്മകുമാർ അന്ന് ആദ്യം അറസ്റ്റ് ചെയ്യുന്നതിനൊക്കെ മുമ്പ് പത്മകുമാർ പറഞ്ഞായിരുന്നല്ലോ, ഞാൻ അവിടെ ചെല്ലുന്നതിന് മുമ്പ് തന്നെ പോറ്റി ഒരു വലിയ തന്ത്രിയെക്കാട്ടൻ രൂപത്തിൽ അവിടെ വളർന്നു കഴിഞ്ഞിരിക്കുന്നു. 2007 ആലപ്പുഴക്കാരനായ, അത് മാധവൻ പോറ്റി എന്നല്ല അദ്ദേഹം പറഞ്ഞത്, അച്യുതൻ പോറ്റി എന്നോ അങ്ങനെ എന്തോ ഒരു പേരാണ് പറഞ്ഞത്, അയാളുടെ സഹായിയായിട്ടാണ് വന്നെന്നാണ് പറയുന്നത്. അപ്പൊ ഈ 3 പേര് പറഞ്ഞ കാര്യങ്ങളിൽ നമുക്കിത് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. എന്തായാലും വന്നിട്ടുണ്ട്. പക്ഷേ ആ ആദ്യ കാലഘട്ടങ്ങളിലൊന്നും തന്ത്രി പോറ്റി വലുതായിട്ടൊന്നും ഓപ്പറേറ്റ് ചെയ്തിട്ടില്ല. പോറ്റിയുടെ ഓപ്പറേഷൻസ് ഒക്കെ തുടങ്ങുന്നത് പിന്നീടാണ്. ഒരു 12-13 കാലങ്ങൾ തൊട്ടാണ് ഇതൊക്കെ നടക്കുന്നത്.
അപ്പൊ ഈ വാജിവാഹനത്തിന്റെ കാര്യം സൂചിപ്പിച്ചിരുന്നു. കൊടിമരത്തെ സംബന്ധിച്ച വാജിവാഹനത്തിന്റെ കാര്യം അത് ശില്പി മഹേഷ് പണിക്കര് പറഞ്ഞത് ശരിയാണ്. 2016 ദേവപ്രശ്നം നടക്കുന്നത്. എന്തിനാണ് ദേവപ്രശ്നം നടന്നതെന്നുള്ളതിനെ കാര്യത്തിൽ ഇപ്പൊ അജ്ഞാതമാണ്. ആര് പറഞ്ഞിട്ടാണ് ദേവപ്രശ്നം നടന്നത്? എന്തായിരുന്നു അവിടെ ഉള്ള അടിയന്തര സാഹചര്യം? അതൊരു വലിയ ക്വസ്റ്റ്യൻ ആയിട്ട് നിൽക്കുകയാണ്. അല്ലെ, ദേവപ്രശ്നം കള്ളത്തരമാണെങ്കിൽ ആ ദേവപ്രശ്നം വെച്ച ആളും അന്വേഷിക്കേണ്ടതല്ലേ അതാരാണെന്ന്? തീർച്ചയായിട്ടും അത് തന്ത്രി പറയണമല്ലോ. തന്ത്രിയുടെ അനുവാദമില്ലാതെ അവിടെ ദേവപ്രശ്നം നടക്കത്തില്ല. അദ്ദേഹമാണ് അത് ചൂണ്ടിക്കാണിക്കുന്നത്, അദ്ദേഹമായിരിക്കണം അത് ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത്. അപ്പൊ അങ്ങനെ വരുമ്പോഴേ ഇത് കോൺക്രീറ്റ്, ഇത് എല്ലാം പറവെച്ച് പൊതിഞ്ഞിരിക്കുകയാണല്ലോ. കോൺക്രീറ്റ് പാളികളെ പറവെച്ച് പൊതിഞ്ഞിരിക്കുകയാണ് അതിൽ. ഈ കോൺക്രീറ്റ് പാളികൾക്ക് കേടുണ്ടെന്നുള്ളത് ഈ ദേവപ്രശ്നത്തിൽ കൂടെ തെളിഞ്ഞു എന്നാണ് പറയുന്നത്. നമുക്കറിയാവുന്ന ടാറ്റയുടെ കമ്പിയോ അല്ലെന്നുണ്ടെങ്കിൽ ശങ്കർ സിമെന്റ് ഇതൊക്കെ ഉപയോഗിച്ചിട്ടാണല്ലോ കോൺക്രീറ്റ് മിക്സർ ഉണ്ടാക്കുന്നത്. ഇതിനകത്തിൽ കൂടെ ദ്രവിച്ച് കയറിപ്പോയി എന്നാണ് പറയുന്നത്. ഈ മിശ്രിതങ്ങൾ നമ്മളെ പാമ്പൻ പാലം പോലും രണ്ടാമത് ശ്രീധരൻ പണിയുന്ന കാലത്തൊന്നും അതിനൊരു കുഴപ്പമില്ലാതെ കടലിൽ നിൽക്കുന്നുണ്ട്. അപ്പൊ ഈ കോൺക്രീറ്റ് ഇളകിപ്പോയി എന്നാണ് പറയുന്നത്. എന്തടിസ്ഥാനത്തിലാണെന്ന് മനസ്സിലാകുന്നില്ല. അപ്പൊ അങ്ങനെ വന്നാണ് ഇത് 2017 പൊളിച്ച് വീണ്ടും ഇത് പണിയാമെന്ന് തീരുമാനിക്കുന്നത്. അങ്ങനെയാണ് പുതിയ ഭരണസമിതി, കോൺഗ്രസ് പ്രയാർ ഗോപാലകൃഷ്ണനും ശ്രീ അജയ് തറയിലും രാഘവനുമുള്ള ഭരണസമിതി വരുന്നത് അവിടെ നിന്നാണ് ഈ കൊടിമരത്തെ, ആദ്യം ഉണ്ടായിരുന്ന കൊടിമരത്തെ അതിന്റെ ചൈതന്യം നിർജീവമാക്കി അവരുടെ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ അതിന് 16 ഷോഡശ ക്രിയകളുണ്ട്. 16ാമത്തെ ക്രിയ നടത്തിയിട്ടാണ് ചെയ്തത്. ചെയ്തു കഴിഞ്ഞാൽ ഈ വാജിവാഹനം എങ്ങനെ തന്ത്രിക്ക് അവകാശപ്പെടുന്നു? അതിനിപ്പോ പറയുന്ന ന്യായം തന്ത്ര സമുച്ചയത്തെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് പറയുന്നത്. തന്ത്ര സമുച്ചയത്തിൽ അങ്ങനെ പറയുന്നുണ്ടെന്നാണ് പറയുന്നത്. വേറെ ചില കേസുകളൊക്കെ അവർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. പക്ഷെ തന്ത്ര സമുച്ചയത്തിൽ അങ്ങനെ അല്ലേ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ തന്നെയും ഈ വാജിവാഹനം എന്ന് പറയുന്നത് ശബരിമലയിലെ ഒരു അവിടെ കിട്ടിയ ഒരു വഴിപാടാണത്. ശബരിമലയിൽ റെക്കോർഡിലുള്ള ഒരു വഴിപാടാണത്. ഈ റെക്കോർഡിലുള്ള വഴിപാട് ആരും അറിയാതെ തന്ത്രിക്കെടുത്ത് കൊടുക്കാൻ പറ്റുമോ? ഇപ്പൊ അജയ് തറയിലിന്റെ പ്രസ്താവന, അന്നത്തെ മെമ്പറുടെ പ്രസ്താവന ഞാൻ കേട്ടത്, അത് പ്രയാർ ഗോപാലകൃഷ്ണൻ പറഞ്ഞിട്ട് ഞാൻ അങ്ങ് എടുത്തു കൊടുത്തെന്നാണ് പറയുന്നത്. അങ്ങനെ ചെയ്യാൻ പറ്റുമോ? അത് മഹസറിലുള്ളതാണ്, രജിസ്റ്ററിൽ ചേർത്തിരിക്കുന്നതാണ് അല്ലെ. ശബരിമലയിലെ അങ്ങനെ ഒരു അമൂല്യമായ ഒരു വസ്തു ഒന്നും അറിയാൻ വയ്യാതെ ഞാൻ പിതൃസ്ഥാനീയനാണ് എന്നൊക്കെ പറഞ്ഞ് വന്നു കഴിഞ്ഞാൽ വെറുതെ എടുത്തു കൊടുക്കാൻ പറ്റുന്ന ഒരു വസ്തുവാണത്. അല്ലെങ്കിൽ തന്നെ രജിസ്റ്റർ ചേർത്തിട്ടുണ്ടോ? ഇതങ്ങനെ എടുത്തു കൊടുത്തപ്പോഴേ, അങ്ങനെ എടുത്ത് തന്ത്രിക്ക് കൊടുത്ത സമയത്ത് ഇത് രജിസ്റ്റർ ചേർത്തിട്ടുണ്ട്. രജിസ്റ്റർ ചേർക്കണമല്ലോ, അല്ലാതെ പറ്റുകയല്ലോ. അതുപോലെ തന്നെയാണ് മഹേഷ് പണിക്കരെ ചൂണ്ടിക്കാണിച്ചത്. ഈ അഷ്ടദിക്പാലകരെന്ത് ചെയ്യും? അഷ്ടദിക്പാലകരെ കാണുന്നില്ല. അവിടെ പറകളുണ്ട്. പറകളുടെ എണ്ണം എനിക്ക് തോന്നുന്നത് 28 29 പറകളാണെന്നാണ് എനിക്ക് തോന്നുന്നത്, അല്ലെ? സ്വർണ്ണ പറകളാണ്. അത് മഹേഷ് പണിക്കർ കൃത്യമായിട്ട് അറിയാമെന്ന് എനിക്ക് തോന്നുന്നത്. അത്രയും പറകളുണ്ട്. സ്വർണം പൂശിയ പറകളായിരുന്നു. ഈ പറകളെല്ലാം എന്ത് ചെയ്യും? അതും ദേവസ്വം ബോർഡ് മെമ്പർ എന്ന് പറയുന്നത് അതെല്ലാം ഞങ്ങൾ അങ്ങ് റെക്കോർഡിൽ പ്രത്യേകിച്ച് സ്ട്രോങ് റൂമിലേക്ക് മാറ്റി എന്നാണ് പറയുന്നത്. എന്തായാലും സ്ട്രോങ് റൂമിലെ ബഹുമാനപ്പെട്ട അമിക്കസ് ക്യൂറി അത് പരിശോധിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അദ്ദേഹത്തിന്റെ പരിശോധന, ജസ്റ്റിസ് KT ശങ്കറിന്റെ പരിശോധന റിപ്പോർട്ട് വന്നെങ്കിലേ നമുക്കത് മനസ്സിലാക്കാൻ പറ്റുള്ളൂ ഇതൊക്കെ അവിടെ തന്നെ ഉണ്ടോ, ഈ അഷ്ടദിക്പാലകരും ഈ പറഞ്ഞ പറകളും ഒക്കെ അവിടെ ഉണ്ടോ എന്നുള്ള കാര്യത്തെ കുറിച്ച് തന്നെ വളരെ വ്യക്തമായിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ റിപ്പോർട്ട് വന്നെങ്കിലേ പറ്റുള്ളൂ. അതാണ് നേരത്തെ തന്നെ സൂചിപ്പിച്ചത്. ഇത്തരം കാര്യങ്ങളിൽ ഒരുപാട് സംശയം നിലനിൽക്കുന്നുണ്ട്. ഒരുപാട് സംശയം. അവർ പറയുന്നത് തന്നെ അല്ലേ, ഏകപക്ഷീയമാണ് ഇതിന്റെ നിർമ്മാണം. ഈ കൊടിമരത്തിന്റെ നിർമ്മാണം അങ്ങനെ തന്നെയാണ്. ദേവസ്വം ബോർഡ് ഔദ്യോഗിക കണക്ക് പറയുന്നുണ്ട് 10 കിലോ സ്വർണ്ണം അവർ കൊടുത്തതാണ്. അവർ സ്വർണ്ണമായിട്ടല്ല, അതിന്റെ പണം വാങ്ങിച്ചതാണ്. മുമ്പേ സൂചിപ്പിച്ചത് ആന്ധ്രയിലെ ഒരു ബിസിനസ് ഗ്രൂപ്പാണ് ഇതിന്. അവർ ക്യാഷ് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്, പണമായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അതിന്റെ സ്വർണം കൊച്ചിയിലെ കസ്റ്റംസിൽ പോയിട്ട് ഇതിന്റെ പണിഞ്ഞ ആളുകളും അവരെല്ലാവരും കൂടെ ദേവസ്വം ബോർഡിന്റെ മറ്റു ഉദ്യോഗസ്ഥരും കൂടെ ചേർന്നാണ് ഇത് വാങ്ങിച്ചിരിക്കുന്നതെന്നാണ് പറയുന്നത്. അപ്പൊ ആ സ്വർണ്ണമാണ്, തനിക്ക് 24 കാരറ്റ് തങ്കം തന്നെയാണ് കൊണ്ടുവന്നിരിക്കുന്നത്. പക്ഷെ ഈ കരാറ് സംശയത്തിന്റെ അടിസ്ഥാനത്തിലാണ്. ഈ വാജിവാഹനം അടക്കമുള്ള കാര്യങ്ങൾക്ക് ഏതാണ്ട് 10-15 കിലോ സ്വർണം അവിടെ എടുത്തിട്ടുണ്ട്. അത്തരുടെ സംഭാവനകൾ വേറെയുണ്ട്. ഇതെല്ലാം കൂടെ വലിയ തുകയാണ് വരുന്നത്. 15 കിലോ സ്വർണം എന്ന് പറഞ്ഞാൽ വിജയമല്യയുടെ 30 കിലോയിൽ ഏതാണ്ട് അത്രയും തന്നെ ഒരു 12 കിലോയൊക്കെയാണ് ഇപ്പൊ അടിച്ചു മാറ്റിയിരിക്കുന്നത്. അതേപോലത്തെ നമ്മളത് സംശയിക്കണം. വലിയ SIT കണ്ടെത്തിയിരിക്കുന്ന വാജിവാഹനം അതിന്റെ പരിശോധന നടക്കണം അല്ലേ? തീർച്ചയായിട്ടും വാജിവാഹനം പരിശോധിക്കണം. അതെങ്ങനെ പോയി? അത് മുമ്പ് സൂചിപ്പിക്കുന്നുണ്ടായിരുന്നു. ഈ വാജിവാഹനം ഇത് തന്നെയാണോ ശബരിമലയിലെ കൊടിമരത്തിലിരുന്ന വാജിവാഹനത്തെ കുറിച്ചാണ് കളഭ കേസരി വാജിവാഹനം എന്നാണ് പറയുന്നത്. അതായത് കളഭം എന്ന് പറഞ്ഞാൽ ചന്ദനത്തിന്റെ സ്വർണ്ണ കളറാണ്. അതിന്റെ കുഞ്ചിരോമത്തോടു കൂടിയ കുതിര അയ്യപ്പനെ ധർമ്മശാസ്താവിൽ ലയിച്ചത് കൊണ്ട് അങ്ങനെയാണ്. അതുകൊണ്ടാണ് അത് വാഹനം അവിടെ വരുന്നത്.
അപ്പൊ അങ്ങനെ വരുമ്പോ സ്വർണ്ണമാണ് അതിനകത്തിന് 11 കിലോമീറ്റർ ഉണ്ട്. പിന്നെ അതിന് മിക്സിംഗ് ഉണ്ട് അതിനകത്തില്, പഞ്ചലോഹങ്ങൾ കൂട്ടൊക്കെ ചേർന്നാണെന്നാണ് പറയുന്നത്. എന്നാൽ പോലും 11 കിലോ ഭാരമുണ്ട് അതിന്, അല്ലേ? അതിന്റെ തൂക്കമൊന്നും അല്ലല്ലോ നമ്മൾ ഇവിടുത്തെ പ്രശ്നം എന്ന് പറയുന്നത്. ഇത് എങ്ങനെ തന്ത്രിയുടെ പോയി? പക്ഷെ ഈ വിവാദങ്ങൾ വന്ന ശേഷം തന്ത്രി അനങ്ങുന്നില്ലായിരുന്നു. ഇത്രയും പ്രശ്നങ്ങൾ വന്ന സമയത്ത് പോലും ആരും പറയുന്നില്ലായിരുന്നു വാജിവാഹനം എന്റെ കസ്റ്റഡിയിലുണ്ടെന്നുള്ളത്. അദ്ദേഹം പറയുന്നില്ലായിരുന്നു. അത് മുമ്പേ ഈ പറഞ്ഞ മധു സൂചിപ്പിച്ചത് തന്നെയാണ് അതിന്റെ കൃത്യമായ കാര്യം. അവരൊരു പ്രക്ഷോഭം, അവരൊരു സമര പരിപാടി ആരംഭിച്ചു ചെങ്ങന്നൂരിലേക്ക്. എനിക്ക് തോന്നുന്നത് പിന്നെ തിരുവനന്തപുരത്ത് ഒരു സ്വാമിയെ കൊണ്ട് അതിന്റെ പ്രക്ഷോഭ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നതിനായിട്ടൊക്കെ തീരുമാനിച്ചു. ഈ സമയത്താണ് തന്ത്രിയുടെ നിന്ന് ഒരു അഭിപ്രായം പുറത്തേക്ക് വരുന്നത്. അദ്ദേഹം പറഞ്ഞത് വാജിവാഹനം എന്റെ കയ്യിലുണ്ട്, അതെന്റെ വീട്ടിൽ സൂക്ഷിച്ചിട്ടുണ്ടെന്ന് പറയുന്നു. പക്ഷെ അതിനിടയിൽ ആരോപണം വന്നു. ഈ വാജിവാഹനം അദ്ദേഹം മറിച്ച് വിറ്റെന്നുള്ള ആരോപണങ്ങൾ വന്നില്ലേ? പിന്നെ ഹൈദരാബാദിലെയോ പിന്നെ ഒരു വ്യവസായിക്ക് ഇത് എത്ര കോടി രൂപയ്ക്ക് ഇത് മറിച്ച് വിറ്റു എന്നുള്ള ആരോപണങ്ങൾ വന്നിരുന്നു. ആ സമയത്ത് പോലും പ്രതികരിക്കാത്ത തന്ത്രി പെട്ടെന്ന് ഈ സമര പരിപാടികൾ അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് വരുമെന്നുള്ള ഘട്ടം വന്നു കഴിഞ്ഞപ്പോഴാണ് ഇത് വെളിപ്പെടുത്തിയത്, എന്റെ കൈവശം ഉണ്ടാകുന്നുള്ള കാര്യം. പക്ഷെ തിരിച്ചെടുക്കാൻ ദേവസ്വം ബോർഡ് തയ്യാറല്ല. ദേവസ്വം ബോർഡിന് അതേ രേഖാമൂലം എഴുതി കൊടുത്തു, തിരിച്ചെടുക്കണം, എടുത്തോണ്ട് പോകണം എന്നൊക്കെ പറഞ്ഞിട്ട് കൊടുത്തു. അത് കൃത്യമാണ്. ദേവസ്വം ബോർഡ് എന്ത് ധൈര്യത്തിൽ എടുക്കാൻ പറ്റുമോ അവർക്ക്? കാരണം ഇത് കൊണ്ടുപോയതിന് രേഖയില്ല. ഉണ്ടോ അറിഞ്ഞുകൂടാ, മഹസർ ചെക്ക് ചെയ്യണം. മഹസർ ചെക്ക് ചെയ്തെങ്കിലേ അത് അറിയാൻ പറ്റത്തുള്ളൂ കൊണ്ടുപോയതിന് രേഖയുണ്ടോ. അതുപോലെ അദ്ദേഹം തിരിച്ചു കൊടുക്കാം എന്ന് പറയുന്നത് ഒറിജിനൽ തന്നെയാണോ, അത് പറഞ്ഞിട്ടില്ല. ഇപ്പൊ പണ്ടൊരു സിനിമയുടെ പിന്നെ ജഗതി പറയുന്നത് ഏത് ഷേപ്പിലാണ് ഇത് തിരിച്ചു വന്നെന്ന് അറിഞ്ഞുകൂടാ, അല്ലേ? താളവട്ടം സിനിമ ജഗതി പറയുന്നുണ്ട് ഏത് ഷേപ്പിലാണ് ഇത് തിരിച്ചു വന്നെന്ന് പോലും അറിഞ്ഞുകൂടാത്തൊരവസ്ഥയിലാണുള്ളത്. അതുകൊണ്ടാണ് ദേവസ്വം ബോർഡ് തന്നെ പിന്നെ ശ്രമിക്കാഞ്ഞെന്നാണ് എനിക്ക് തോന്നുന്നത്. SIT അത് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. SIT അവിടെ നിന്ന് അദ്ദേഹത്തിന്റെ വീട് പരിശോധിച്ചപ്പോൾ അത് കിട്ടിയിട്ടുണ്ട്. അതിന് കോടതിയിൽ ഹാജരാക്കുന്നുണ്ട്. നോക്കുക, ഭഗവാന്റെ ഒരു അമൂല്യ വസ്തുവിന്റെ പിന്നെ സഞ്ചാരപഥങ്ങളൊക്കെ നോക്കി ഒരു കോടതിക്കകത്തേക്കും വരികയാണ്. അത് കോടതിക്കകത്തിലും അതിനും തെളിവിന്റെ ഇതായിട്ടൊക്കെ വരാനായിട്ടുള്ള പിന്നെ ഒരവസ്ഥയിലേക്കാണ് പോകുന്നത്. ശരി, സത്യം തെളിയട്ടെ. സുർജിൽ മക്കുറ്റി, ഇപ്പോൾ ശബരിമലയുമായി ബന്ധമുള്ളവർ പറഞ്ഞത് കേട്ടല്ലോ. ഇതിൽ യഥാർത്ഥ പ്രതി അല്ലെങ്കിൽ ഏറ്റവും പ്രധാന പ്രതി ഇതിൽ തന്ത്രിയാണ് എന്ന വിവരങ്ങളാണ് പുറത്തു വരുന്നത്. തന്ത്രിയുമായി ബന്ധപ്പെട്ട് കോൺഗ്രസിന് അത്രയും ആരോപണങ്ങൾ ഇല്ല എന്ന് തോന്നുന്നു. അത് വിശ്വാസികൾ തിരിച്ച് ചിന്തിച്ചാലോ എന്ന് ഭയന്നിട്ടാണോ? ശ്രീമതി ഏതായാലും തന്ത്രി തെറ്റ് ചെയ്താൽ തന്ത്രിയായാലും മന്ത്രി തെറ്റ് ചെയ്താൽ മന്ത്രിയായാലും ശിക്ഷിക്കപ്പെടണം എന്നുള്ളതാണ്. ആരെങ്കിലും തെറ്റ് ചെയ്തെങ്കിൽ അതിനെ ന്യായീകരിക്കേണ്ട ഒരു ആവശ്യം ഞങ്ങൾക്കില്ല. പക്ഷേ ഇതിനകത്ത് പ്രധാനപ്പെട്ട പ്രശ്നം, ഇപ്പോൾ ഈ കൊടിമരവുമായി ബന്ധപ്പെട്ട വിഷയത്തിനകത്ത് ഇത്തരത്തിലേക്ക് ഇത് പിന്നെ വഴിതിരിച്ച് വിടാനുള്ള കാരണം ഇത്രയും വലിയ കളവ് നടത്തി ജയിലിൽ കിടന്ന ആളുകളെ ഏതെങ്കിലും തരത്തിൽ രക്ഷിക്കാൻ പറ്റുമോ എന്നുള്ളതാണ്. ഇപ്പോൾ കൊടിമരവുമായി ബന്ധപ്പെട്ട വിഷയത്തിനകത്ത് നമുക്കറിയാൻ സാധിക്കും, ഇപ്പം ആചാര ലംഘനം നടത്തിയെന്നൊക്കെ പറയും. കൊടുങ്ങല്ലൂർ ക്ഷേത്രവും അതോടെ വരാഹ ക്ഷേത്രത്തിലുമൊക്കെ ഈ വാജിവാഹനം എന്ന് പറയുന്നത് ഹൈക്കോടതി തന്നെ തന്ത്രിക്ക് അവകാശപ്പെട്ടതാണെന്ന് വിധി ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായി അത്തരം വിധി അവിടെ കിടക്കുന്നുണ്ട്. അപ്പോൾ ഒരു ക്ഷേത്രത്തിലെ ശബരിമല ആയാലും ഏത് ക്ഷേത്ര തന്ത്രിയാണ് അതിനകത്ത് പ്രധാനപ്പെട്ട കാര്യങ്ങൾ തീരുമാനിക്കാനുള്ള അവകാശമുള്ള ആൾ. ദേവസ്വം ബോർഡിനേക്കാൾ ആചാരപരമായ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് തന്ത്രിയാണ്. ഇപ്പം നിലവിൽ നമുക്കറിയാം ആചാര ലംഘനം നടത്തിയ സ്ത്രീപ്രവേശനം നടത്തുമ്പോഴും തന്ത്രി എടുത്ത നിലപാടെന്തായിരുന്നു നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ തന്ത്രി പറയുന്ന കാര്യമാണ് ആചാരവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സ്വീകരിക്കുക. അപ്പോൾ അവിടെ ഈ പറയുന്ന ഈ വാജിവാഹനം കൈമാറുന്ന സമയത്ത് CPM-ന്റെ മെമ്പറായിട്ടുള്ള മുൻ MLA PK കുമാരൻ ഉൾപ്പെടെ അദ്ദേഹത്തിന്റെ സാന്നിധ്യത്തിലാണ് ഈ പറയുന്ന ASP കുറുപ്പിന്റെ നേതൃത്വത്തിൽ ഈ വാജിവാഹനം അദ്ദേഹത്തിന് കൈമാറിയത്. ആ വാജിവാഹനം അതിനകത്ത് മാറ്റം വരുത്തിയിട്ടുണ്ടോ, ഏതെങ്കിലും തരത്തിൽ അതിനകത്ത് പിന്നെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ പോലീസ് ഇത് ബന്ധപ്പെട്ടവർ അന്വേഷിക്കട്ടെ. ഞങ്ങൾക്ക് അതിനകത്ത് യാതൊരു ഭയവുമില്ലല്ലോ. അന്വേഷിച്ച് അതിന്റെ സത്യാവസ്ഥ കണ്ടെത്തട്ടെ. പിന്നെ അഷ്ടദിക് പാലകർ സ്ട്രോങ് റൂമിൽ ഉണ്ട് എന്നുള്ളത് അജയ് തറയിലും അതോടൊപ്പം തന്നെയുള്ള അന്നത്തെ ഈ പറയുന്ന ദേവസ്വം ഹൈക്കോടതിയുടെ അഡ്വക്കേറ്റ് കമ്മീഷണറുടെ സാന്നിധ്യത്തിലാണ് ഇത് കൈമാറിയെന്നും അതിന് മിനിറ്റ്സ് ഉണ്ടെന്നും ആ സ്ട്രോങ് റൂമിൽ ഈ പറയുന്ന അഷ്ടദിക് പാലകർ ഉൾപ്പെടെ അവിടെ കൃത്യമായി അവിടെ വെച്ചിട്ടുണ്ട് എന്നുള്ളത് സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ അതൊക്കെ അന്വേഷണവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ്, അന്വേഷിക്കട്ടെ. പക്ഷേ ഞങ്ങൾക്ക് പറയാനുള്ളൊരു കാര്യം, ഈ പറയുന്ന 2019 തൊട്ട് 2025 വരെ നടന്ന സ്വർണ്ണക്കൊള്ളയാണ് നമ്മുടെ മുമ്പിലെ പ്രശ്നം. ആ സ്വർണ്ണക്കൊള്ളയിൽ ജയിലിൽ കിടക്കുന്നവർ CPM-ന്റെ നേതാക്കന്മാരാണ്. 2016 ആ ഘട്ടത്തിൽ ഏതെങ്കിലും തരത്തിൽ കൊടിമരവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും തരത്തിലുള്ള അഴിമതിയോ തട്ടിപ്പോ നടന്നെങ്കിൽ അത് അന്വേഷിക്കട്ടെ. അതിനകത്ത് അന്വേഷിക്കുമ്പോൾ സ്വാഭാവികമായും ഇപ്പോൾ KP ശങ്കർദാസ് ഉൾപ്പെടെ ദേവസ്വം ബോർഡ് മെമ്പർ ഉൾപ്പെടെ ജയിലിൽ കിടക്കുകയാണല്ലോ. സ്വാഭാവികമായിട്ടും അന്നത്തെ ദേവസ്വം ബോർഡ് മെമ്പറായിട്ടുള്ള CPM-ന്റെ നേതാവായിട്ടുള്ള മുൻ MLA അദ്ദേഹം അന്തരിച്ചു പോയി. അദ്ദേഹം ഉൾപ്പെടെ പ്രതിയാണ്ട് കാര്യമല്ലേ. അപ്പോൾ അതിനകത്ത് തന്ത്രി പറയുന്ന കാര്യത്തിന്റെ ഭാഗമായിട്ടാണ് അവിടെ കൊടിമര സ്ഥാപിച്ചത് എന്നുള്ളത് വസ്തുതയാണ്. അപ്പോൾ അത് വെച്ചുകൊണ്ട് ഈ കാര്യങ്ങളെ ന്യായീകരിക്കാൻ അല്ലെങ്കിൽ ഈ സ്വർണം കട്ടവരെ സംരക്ഷിക്കാനാണ് ആരെങ്കിലും ശ്രമിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ പൂർണ്ണ ഉത്തരവാദി
ഈ കാര്യത്തിനകത്ത് CPM തന്നെയാണ്, ഇടതുപക്ഷം തന്നെയാണ്, ഈ പറയുന്ന ആളുകൾ തന്നെയാണെന്ന് സംബന്ധിച്ച് ഒരു തർക്കമില്ലാത്ത കാര്യമാണ്. ഇവർ ജയിലിൽ കിടന്നിട്ട് പോലും ആ ജയിലിൽ കിടക്കുന്നവർക്കെതിരായി ഒരു നടപടി സ്വീകരിച്ചോ? ഇപ്പോൾ CPM സംബന്ധിച്ചിടത്തോളം CPM നേതാക്കന്മാർ ആരും ജയിലിൽ കിടന്നു കഴിഞ്ഞാൽ അത് പീഡനത്തിൽപ്പെട്ട തീവ്രത അളക്കും. ജയിലിൽ കിടന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? അവർ കോടതി ശിക്ഷിച്ചാലും പാർട്ടി കോടതി ശിക്ഷിക്കപ്പെടില്ല എന്ന് പറയും. ഈ പറയുന്ന ജയിലിൽ കിടക്കുന്ന വിദ്വാൻമാരെ കുറിച്ച് പാർട്ടി സെക്രട്ടറി പറഞ്ഞതാണ്. എന്താ പറഞ്ഞത്? പിന്നെ സ്വാതന്ത്ര്യ സമര കാലത്തും ജയിലിൽ കിടന്നിട്ടില്ല എന്ന് പറയുന്നു. ആര്? സ്വർണം കട്ട് ജയിലിൽ കിടക്കുന്നവരെ. ഇപ്പോൾ CPM ഇത് ബോധ്യപ്പെട്ടില്ല. എന്തുകൊണ്ടാണ് ബോധ്യപ്പെടാത്തത്? ഈ പറയുന്ന ഈ വാസുവും പത്മകുമാറും മാത്രമല്ല എന്നുള്ളതും, ഈ പറയുന്ന നേതാക്കന്മാർ, ഏറ്റവും ഒടുവിൽ വാസവൻ ഉൾപ്പെടെയുള്ള ആളുകൾ ഈ പറയുന്ന ഉണ്ണികൃഷ്ണൻ പോറ്റിയെ എങ്ങനെയാണ് പോറ്റിയതെന്നും ആ പോറ്റിയുമായി ബന്ധം സ്ഥാപിച്ച് പ്രശാന്ത് ഉൾപ്പെടെ വീണ്ടും അയാളെ ക്ഷണിച്ചു വരുത്തിയതൊക്കെ തന്നെ നമ്മുടെ മുമ്പിലുണ്ടല്ലോ. 2007 ഈ പോറ്റി അവിടെ കയറിയതെന്നും എന്നത് കൃത്യമായ തെളിവ് വന്നിട്ടുണ്ട്. 2007 കയറ്റിയ പോറ്റി എങ്ങനെയാണ് KC വേണുഗോപാൽ മന്ത്രിയായ സമയത്ത് കയറിയെന്ന് പറയുന്നതിന്റെ ലോജിക്ക് എന്താണ്? എന്ത് തെളിവിന്റെ അടിസ്ഥാനത്തിലാണ് പറയുന്നത്? അതുകൊണ്ട് ഞങ്ങളാകെ പെട്ടുപോയി. അതുകൊണ്ട് ഈ നമ്മുടെ നാട്ടിലൊക്കെ ചൊല്ലുണ്ട്, ആകെ മൊത്തത്തിൽ മലീമസമായി കഴിഞ്ഞാൽ മറ്റുള്ളവരെല്ലാം അങ്ങനെയാണെന്ന് ചിന്തിക്കുന്ന സ്വഭാവമാണ് ഇപ്പോൾ CPM-ന്. ആകെ നാറ്റ കേസായിരിക്കുന്നു. ആകെ പിന്നെ അടുക്കാൻ പറ്റാത്ത രൂപത്തിൽ നാറ്റ കേസായി നിൽക്കുന്ന ഒരു പാർട്ടിയും ആളുകളുമായി മുന്നോട്ട് നോക്കുമ്പോൾ തെരഞ്ഞെടുപ്പിനകത്ത് ശക്തമായി തിരിച്ചടി കിട്ടിയപ്പോൾ വരാനിക്ക തെരഞ്ഞെടുപ്പിനകത്ത് UDF-ന്റെ മൂലങ്ങ് ചാർത്തി അങ്ങ് രക്ഷപ്പെട്ട് കളിയാമെന്നാണ് കരുതുന്നെങ്കിൽ കേരളത്തിൽ ജനങ്ങൾ കൃത്യ ബോധ്യമുള്ളവരാണ്. അവർ കാണുന്നുണ്ട് ഈ പറയുന്ന CPM-ന്റെ ഒരു ബാധകതയും നിലനിൽക്കില്ല എന്നുള്ളത് ഞങ്ങൾ കൃത്യമായി ബോധ്യമുണ്ട്. തെറ്റുകൾ ആര് ചെയ്താലും ആ തെറ്റ് ചെയ്തവർ ശിക്ഷിക്കപ്പെടണം. ഉപ്പ് തിന്നവർ വെള്ളം കുടിക്കട്ടെ എന്ന് തന്നെയാണ് ആ നിലപാട് ഞങ്ങൾക്ക്. ശരി, ശ്രീജയേന്ദ്രൻ ചർച്ചയിലേക്ക്. ശ്രീജയേന്ദ്രൻ, CPM ഉയർത്തുന്ന മറു ആരോപണങ്ങൾ എത്രത്തോളം ഗുണം ചെയ്യും? ഈ തെരഞ്ഞെടുപ്പിൽ ഇത് ഉന്നയിക്കുക എന്ന ഉദ്ദേശത്തിലായിരിക്കുമല്ലോ ഉറപ്പായിട്ടും ഈ പ്രതികരണങ്ങൾ ഇപ്പോൾ നടത്തുന്നത്. ഇത് തെരഞ്ഞെടുപ്പിൽ ഉന്നയിക്കാൻ ആയുധമാക്കാൻ ഉദ്ദേശിച്ചതും ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്ന ആരാന്നുള്ളത് ഇപ്പൊ ഇവിടെ കണ്ടുകൊണ്ടിരിക്കുകയല്ലേ. റജിൽ മാക്കുറ്റി എന്ന കോൺഗ്രസ് നേതാവാണല്ലോ ഈ ചർച്ചയിൽ അത് ഇപ്പോഴും ഉന്നയിക്കുന്നത്. അതിനെ സംബന്ധിച്ച് എന്തെങ്കിലും ഉത്തരവാദിത്തോടെ പറയാനുണ്ടോ? ഞാൻ മുമ്പേ ആദ്യത്തെ ഘട്ടത്തിലും ചോദിച്ചു, അതിന് മറുപടിയില്ല. എന്നിട്ട് വീണ്ടും അത് തന്നെ ഉന്നയിക്കുകയാണ്. ഒരു അടിസ്ഥാനരഹിതമായി ഇങ്ങനെ ആരോപണം ഉന്നയിക്കുന്നതിനെതിരെ ഡിവിഷൻ ബെഞ്ച് തന്നെ പറഞ്ഞ വാചകങ്ങളുണ്ടല്ലോ നമ്മുടെ മുമ്പിൽ. ഇപ്പോൾ വായിക്കാൻ സമയമില്ലാത്തതുകൊണ്ട് ഞാനത് വായിക്കാത്തത്. ഈ ജനുവരി 5-ന് പറഞ്ഞിട്ടുള്ള ഉത്തരവിലെ കാര്യം ഞാൻ പറയുന്നത്. അപ്പൊ അങ്ങനെ അടിസ്ഥാനരഹിതമായി ആരോപിച്ച് വിടുക എന്നുള്ളതാണല്ലോ പ്രശ്നം. പിന്നെ ഒറ്റ കാര്യം പെട്ടെന്ന് തീർത്തേക്കാം. 2012 ശ്രീ മധു മണിമല ഓർക്കുന്നുണ്ടാവും ഞാൻ വിചാരിക്കുന്നു. മധു, 2012 ഞാൻ ശബരിമലയിൽ ചെല്ലുന്നുണ്ട് ഒരു പരമ്പര എഴുതാനായിട്ടാണ്. അന്ന് അവിടുത്തെ കേട്ട മധുവിനറിയാം, വ്യക്തമായിട്ട് അറിയാം. ശ്രീകോവിലിൽ എലി കയറുന്നു, എലി തുരക്കുന്നു ശ്രീകോവിലിൽ വിഗ്രഹത്തിന്റെ പുറകിൽ. മധു ഓർക്കുന്നുണ്ടല്ലോ ഇല്ലേ? അപ്പം അന്നത്തെ ചർച്ചാ വിഷയം അതായിരുന്നു. പിന്നെ അവിടെ ഗാർഡ് റൂമിൽ വിലസുന്ന വേറൊരു സ്വാമി എന്ന പേര് നാമധാരിയായ ഒരാൾ ഇപ്പോഴും ഉണ്ട്, ആ മേഖലകളിൽ ബന്ധപ്പെട്ട് നിൽക്കുന്നുണ്ട്. അപ്പം അത്തരത്തിലുള്ളൊരു പണി പിന്നെ ഈ എലി കയറി തുറക്കുന്നതിന്റെ ഭാഗമായി കുറെ പുതിയ പ്രവർത്തനങ്ങൾ നടത്തണം എന്ന് അവിടെ ആവശ്യപ്പെടുക. 2012 എക്സാക്ട് കൃത്യം വർഷം ഞാൻ പറയാം. പിന്നെ ഞാനത് ഈ റജിൽ മാക്കുറ്റി ആരോപിക്കുന്ന രാഷ്ട്രീയം എന്ന് പറയാൻ ഞാൻ താല്പര്യപ്പെടുന്നില്ല. പക്ഷെ ഞാൻ അവിടെ നേരിട്ട് അറിഞ്ഞ സംഭവമാണ്. അന്ന് മധു അവിടെ ഉണ്ടായിരുന്നുകൊണ്ട് അദ്ദേഹത്തോട് ഞങ്ങൾ സംസാരിക്കുകയും ചെയ്തിരുന്നതാണ്. പിന്നീടും നമ്മൾ സംസാരിച്ചിട്ടുണ്ട് ആ വിഷയം. അത്തരത്തിലുള്ള കാര്യങ്ങളുണ്ട്. പിന്നീടാണ് അത് ക്രമേണ വളർന്നാണ് 2017 ഈ കൊടിമരത്തിന്റെ പ്രശ്നത്തിലേക്കും. പിന്നെ ഒരു കാര്യം കൂടെ ഉണ്ട് കേട്ടോ, മധു അത് വിശദമായിട്ട് പറയാന്നുള്ളതുകൊണ്ട് ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. ഒരു 3 താഴികക്കുടം അവിടുന്ന് കൊണ്ടുപോയിട്ട് പിന്നെ തിരിച്ചുകൊണ്ട് വെച്ചിട്ടുണ്ട്. ആ ഒരു പ്രശ്നം അവിടെ ഉണ്ട്. ഞാൻ ഒരു പ്രാവശ്യം ഞാൻ അത് പറഞ്ഞിട്ടുള്ള വിഷയമാണ്. അപ്പൊ അത്തരത്തിലുള്ള കാര്യങ്ങൾ നിൽക്കുന്നു. ഇതിൻ്റെ അകത്തൊന്നും CPM പ്രതിയല്ല. CPM പിന്നെ ആ ദേവസ്വം ബോർഡുമായിട്ട് ബന്ധപ്പെട്ട ആരെങ്കിലും അക്കാര്യത്തിൽ കുറ്റവാളികളാണെന്ന് പിന്നെ ചാർജ് ഷീറ്റിൽ വരികയോ ട്രയലിൽ തെളിയുകയോ ചെയ്താൽ അതിന് ശിക്ഷ അവരാണ് അനുഭവിക്കേണ്ടത്. നിശ്ചയമായി ആരും അനുഭവിച്ചേ മതിയാവൂ എന്നുള്ള കാര്യത്തിൽ CPM എന്ന പാർട്ടിക്ക് ഒരു സംശയവും ഇല്ലാന്ന് നേരത്തെ വ്യക്തമാക്കിയിട്ടുണ്ട്. പക്ഷേ ഈ റജിൽ മാക്കുറ്റിയെ പോലുള്ള കോൺഗ്രസ് നേതാക്കളുടെ താളത്തിന് തുള്ളി അവരെ ഹിംസിച്ചേക്കാൻ നടപടി എടുക്കണം എന്ന് പറഞ്ഞാൽ അത് നടക്കില്ല. നിയമം അതിന്റെ വഴിക്ക് തന്നെ പോകുന്നുണ്ടല്ലോ. സ്വർണം കെട്ട് ഈ SIT കണ്ടെത്തിയത് ഇവർ കക്കാതെയാണോ? ഉളുപ്പുണ്ടോ ന്യായീകരിക്കാൻ? ജയിലിൽ കിടക്കുന്ന CPM നേതാക്കന്മാരല്ലേ, മുൻ MLA അല്ലേ, ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റ് അല്ലേ, നിങ്ങളുടെ പാർട്ടിയുടെ പ്രധാനപ്പെട്ട നേതാക്കന്മാരല്ലേ? അവര് നിങ്ങളുടെ പാർട്ടിക്കാരായി നിൽക്കുമ്പോൾ ബന്ധമില്ലാന്ന് എങ്ങനെയാ പറയാ? വിജയേന്ദ്രൻ, ജയിലിൽ കിടക്കുന്ന CPM-കാർ
ശ്രീജേന്ദ്രൻ, ജയിലിൽ കിടക്കുന്ന CPM നേതാക്കൾ അവരിപ്പോഴും പാർട്ടിയുടെ നേതാക്കളായി തന്നെ തുടരുന്നു. ശരി, അദ്ദേഹം പോയിരിക്കുകയാണ്. ഞാൻ ശ്രീ മഹേഷ് പണിക്കറിലേക്ക്. ശ്രീ മഹേഷ് പണിക്കർ, ആത്യന്തികമായി ഈ അന്വേഷണം എങ്ങനെ അവസാനിക്കുമെന്നാണ് കരുതുന്നത്? കാരണം ഒന്ന് കഴിയുമ്പോഴേക്കും ഒന്നെന്ന രൂപത്തിൽ പുതിയ പുതിയ വിവരങ്ങൾ വന്നുകൊണ്ടേയിരിക്കുകയാണ്. പഴയ സംഭവങ്ങളിലേക്ക് പോകുമ്പോൾ കൂടുതൽ ഗുരുതരമായ കാര്യങ്ങൾ കൂടി കണ്ടെത്തിക്കൊണ്ടിരിക്കുകയാണ്. എവിടെയാണ് ഇതിനൊരു അവസാനം? ഇപ്പോൾ അടുത്തൊരു പോറ്റി വന്നിട്ടുണ്ടല്ലോ, സുനിൽ പോറ്റി എന്നും പറഞ്ഞിട്ട് നമ്മുടെ ഈ ആടിയശിഷ്ടം നെയ്യുടെ ഒരു വിജിലൻസ് ഇപ്പം അന്വേഷണം എടുത്തിട്ടുണ്ടല്ലോ. അപ്പോൾ ഇങ്ങനത്തെ ഒരു സമാനമായ ഒരുപാട് തരം കുറ്റകൃത്യങ്ങൾ അവിടെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ എല്ലാം അയ്യപ്പൻ എല്ലാത്തിലേക്കും കണ്ണു വെച്ചിട്ടുണ്ട്. അതുകൊണ്ടാണല്ലോ ഇങ്ങനെ ഇപ്പം ഈ മകരവിളക്ക് സമയത്ത് പോലും അവിടുത്തെ മഹാതന്ത്രി കാരാഗ്രഹത്തിൽ കിടക്കേണ്ട ഒരു അവസ്ഥ എത്തിയിട്ടുള്ളത്. അപ്പം അത് നമ്മൾ തീർച്ചയായിട്ടും മനസ്സിലാക്കേണ്ടത്, ഈ പറഞ്ഞ കൊടിമരത്തിൽ എങ്ങനെയാണോ ഉറുമ്പരിച്ചത് അങ്ങനെ ആ ഒരു പ്രവർത്തനം ആരംഭിച്ച് അത് അവർ പൂർത്തീകരിച്ച് ആ സാധനങ്ങളൊക്കെ അടിച്ചു മാറ്റിയിട്ട് ഉള്ളതുപോലെ തന്നെയാണ് നമ്മുടെ ഈ ധാരപാല ഈ 2019 നടന്നിരിക്കുന്നത്. അവിടുത്തെ വാതിൽ എങ്ങനെ ഇളക്കുന്നത്? വാതിലിനകത്ത് ഈ പറഞ്ഞ പോലെ സാറ് പറഞ്ഞ പോലെ എലി കയറുന്നു എന്നും പറഞ്ഞിട്ടാണ് വാതിലിൻ്റെ കംപ്ലൈൻറ്റ് വരുന്നത്. എലി കയറുന്നു എന്ന് പറഞ്ഞിട്ടാണ് പുതിയ വാതിൽ ഉണ്ടാക്കുന്നത്. പക്ഷേ അവരുടെ ഉദ്ദേശം പഴയ വാതിൽ തന്നെയാണ്. പഴയ വാതിലെ സ്വർണവും അതിൻ്റെ ആ പവിത്രതയും തന്നെയാണ്. അതുപോലെ തന്നെയാണ് ഈ പറഞ്ഞ ധാരപാലക പാളി. നാണയം എറിഞ്ഞ് ധാരപാലക പാളിയുടെ ഇത് കേടായി, അത് ചെമ്പായി, അല്ലെങ്കിൽ അതിനകത്തെ കൈ പിടിച്ച് ചെമ്പ് പോയി, അങ്ങനെയൊക്കെ പറയുന്ന എല്ലാ തരത്തിലുള്ള നീച പ്രവൃത്തികളും ആരംഭിച്ചിരിക്കുന്നത് അവിടുന്ന് തന്നെയാണ്. എന്നിട്ട് അതിനെ സാധൂകരിക്കാനായിട്ട് കലാകാലങ്ങളിലുള്ള ഉദ്യോഗസ്ഥരെയും കലാകാലങ്ങളിലുള്ള ബോർഡിൻ്റെ അധികൃതരെയും ഒക്കെ അവർ, കാര്യം പത്മാർ പറഞ്ഞൊരു വാക്ക് നമ്മൾ മറക്കല്ലേ, ദൈവതുല്യൻ അല്ലെങ്കിൽ ശവന്തീനികളല്ല തുടങ്ങിയ വാക്കുകൾ. കാര്യം അവർ പറയുമ്പോഴത്തേക്ക് ഇവരെങ്ങനെ എതിർക്കുക? അപ്പം അതിനകത്തെ കേന്ദ്ര നേതൃത്വം അവരിൽ നിന്ന് തന്നെയാണ്. ഉണ്ണികൃഷ്ണൻ പോറ്റിയെ എന്തൊക്കെയോ കാരണം കൊണ്ട് ഈ പറഞ്ഞ ആൾക്കാരെ എല്ലാം ഒരു കൊള്ളസങ്കേതം പോലെ ഇത് ചെയ്തിട്ട് 2009 തന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റി അവിടെ എത്തിയ 2009 തന്നെ താഴേക്കുടം കൊണ്ടുപോയി. 3 താഴേക്കുടം. സാർ പറഞ്ഞത് ശരിയാണ്. 2009 തന്നെ ഫസ്റ്റ്. എന്നിട്ട് മാളികപ്പുറത്തിൻ്റെ അതിൻ്റെ കൂട്ടത്തിൽ തന്നെയാണ് മാളികപ്പുറത്തിൻ്റെയും നമ്മുടെ ചെറിയ ഗണപതി ക്ഷേത്രത്തിൻ്റെയൊക്കെ മേൽവശം അവർ സ്മാർട്ട് ക്രിയേഷൻസ് ചെയ്യുന്നത്. ഭണ്ഡാരിയുടെയും ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെയും സമാന പരിപാടി 2009 തന്നെ തുടങ്ങി. അത് തന്നെയാണ് അവർ കലാകാലങ്ങളിൽ എപ്പോഴൊക്കെയാണോ രാജീവ് അവിടെ തന്ത്രിയായിട്ട് വരുന്നത്, അദ്ദേഹത്തിൻ്റെ സ്ഥാനം വരുന്ന സമയത്തെല്ലാം അതിൻ്റെ അവസാന സമയത്താണ് ഇതെല്ലാം ഉണ്ടാകുന്നത്. ഇപ്പോഴും ഈ 2025 അദ്ദേഹം അങ്ങോട്ട് മാറിപ്പോകുന്നതിൻ്റെ മാസങ്ങൾക്കുള്ളിൽ തന്നെയാണ് ഈ പറഞ്ഞ നാം പോകുമ്പോഴത്തേക്ക് അത് ഇളക്കി കൊണ്ടുപോകാന്നുള്ള രീതിയിലൊരു ശ്രമം നടത്തിയത്. അതാണ് പരാജയപ്പെട്ടത്. അതൊരു ചന്ദ്രഗ്രഹണ ദിവസമായതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്നില്ല, സ്ഥാനം പുറത്ത്. അങ്ങനെയാണ് നമ്മൾ എല്ലാ കാര്യത്തിലും വരുന്നത്. അപ്പോൾ കലാകാലങ്ങളിൽ ഇവരുടെ നേതൃത്വത്തിൽ നടക്കുന്ന എല്ലാത്തരം കൊള്ളകളും അത് അവസാനിപ്പിക്കേണ്ടതുണ്ട്. കാര്യം അത് അയ്യപ്പൻ്റെ തന്നെ ഇതാണ് വിശ്വാസത്തിൻ്റെ ഏറ്റവും അമൂല്യമായിട്ട് നമ്മൾ ഭക്തജനങ്ങൾക്ക് ഭയങ്കര വേദന ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. പക്ഷേ ഇവർ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവരൊരു തന്ത്രസ്ഥാനത്തിരിക്കുമ്പോൾ ഇവർ ആൾക്കാരെ അവിടെ ഒരു ആ റൂമാണ് ഇതിനകത്ത് എല്ലാ നാശകോടാലിക്കും കാരണം. ഇവരുടെ തൊട്ടടുത്ത് തന്നെ അയ്യപ്പൻ്റെ അടുത്ത് തന്നെ ഇവരുടെ ശൗചാലയം ഉൾപ്പെടെയുള്ള റൂമുണ്ട്. കാര്യം അത് ശരിക്കും ഈ തന്ത്രസമുച്ചയത്തിലെ ഇവർ ഈ പറയുന്ന യഥാർത്ഥ തന്ത്രസമുച്ചയം അനുസരിച്ചിട്ട് അത് തെറ്റാണ്. കാര്യം അതൊരു എല്ലാ ദിവസവും ശുദ്ധി വേണ്ട ഒരു കാര്യമാണ്. അങ്ങനെ ഒരു ശൗചാലയം ആ ക്ഷേത്രത്തിന് മഹാക്ഷേത്രത്തിന് ഇപ്പോൾ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അത് മാറ്റാന്നുള്ള രീതിയിൽ ആയിട്ടുണ്ട്. പക്ഷെ അതൊക്കെ എത്രയും പെട്ടെന്നാണ് ഇവരെ അവിടെ നിന്ന് കോമ്പൗണ്ടിൽ നിന്ന് മാറ്റണം. കാര്യം തന്ത്രി എന്ന് പറയുന്ന വൈദിക കർമ്മങ്ങൾ ചെയ്യുന്നവർ അവർ പബ്ലിക് ആൾക്കാരുമായിട്ട് സംസാരിക്കാൻ പാടില്ല, അവരുമായിട്ട് കൈ കൊടുക്കാൻ പാടില്ല, അവരുടെ ദക്ഷിണ മേടിക്കാൻ പാടില്ല. അവരെ ഐസൊലേറ്റ് ചെയ്തൊരു ഒരു രീതിയിലാണ് ആ വൈദിക കർമ്മം പോകേണ്ട. അഗ്നിഹോത്രം പോലുള്ള മഹാകർമ്മങ്ങൾ ചെയ്യുന്നതാണ് അവരവിടെ. അപ്പം അവരുടെ കർമ്മം വളരെ ഐസൊലേറ്റഡ് ആയിട്ട് വേണ്ട ഒരു സ്ഥാനത്തായിട്ട് ഇവർ സത്യം പറഞ്ഞാൽ അമ്പലത്തിനകത്ത് കയറിയിരിക്കാൻ അവർക്ക് ബുദ്ധിമുട്ടാണ്. അമ്പലത്തിൽ കയറിയിരിക്കുന്ന അത്രയും സമയം കൊണ്ട് കുറേ സ്വാമിമാർ റൂമിൽ വന്ന് പോകും, കൂടെ ഉള്ളവന്മാർ ആ കാശ് അടിച്ചുകൊണ്ട് പോകുന്നുള്ള വ്യസനമാണ്. പെട്ടെന്ന് ഓടി അകത്തോട്ട് കയറിയ സ്പോട്ടിൽ തന്നെ ഇറങ്ങി ചെന്ന് റൂമിൽ പോയിരിക്കുന്നത്. കാര്യം അത്തരം കാര്യങ്ങൾ മാറിയാൽ മാത്രം ഇതിനകത്തൊരു ഒരു വല്ലാത്ത രീതിയിലാണ് ഇതിൻ്റെ മൊത്തം കാര്യങ്ങൾ പോകുന്നത്. കാര്യം ഇതൊരു എന്താ പറയുക, ബ്രാഹ്മണിക്കൽ ഇതിനെതിരെ സംസാരിക്കുന്നു, അല്ലെങ്കിൽ അങ്ങനെയൊക്കെയാണ് സമൂഹം അതിനെ ചിന്തിക്കുന്നത്, ഒരു ജാതിയുടെ സംഭവം. അങ്ങനൊന്നും അല്ല കാര്യങ്ങൾ. ഇതിനകത്ത് സംഭവം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഒരു ക്ഷേത്രത്തിന്റെ ആചാരത്തിന് വ്യക്തമായ നിയമങ്ങളുണ്ട്. തന്ത്രി എന്താണ് ചെയ്യേണ്ടത്, അതുപോലെ മേൽശാന്തി എന്താ ചെയ്യേണ്ടത്, ഏതൊക്കെ പൂജ ചെയ്യേണ്ടത്. ഏത് കൊച്ചു കുഞ്ഞിനും സത്യം പറഞ്ഞാൽ ഗൂഗിൾ ചെയ്ത് നോക്കി അറിയാം ഇവൻ ഏത് പൂജയാണ് ചെയ്യുന്നത്, ഏത് കർമ്മമാണ് ചെയ്യുന്നത്. അപ്പം അത്രയ്ക്കൊക്കെ അറിയാവുന്ന കാലഘട്ടത്തിൽ ഇതൊന്നും ചുമ്മാ നമ്മൾ പിള്ളേരെ കളിപ്പിക്കുന്ന പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും കൈ കാണിച്ചോ കാര്യങ്ങളോ ഒന്നും ചെയ്യത്തില്ല. അതിന് വ്യക്തമായ അറിവ് വേണം, വ്യക്തമായ ജ്ഞാനം വേണം, വ്യക്തമായ ബോധ്യം വേണം. അങ്ങനെയുള്ള ബോധ്യമുള്ള ആൾക്കാർ ആ ഒരു സ്ഥാനത്തിലേക്ക് വരണം. ഇവരുടെ ഇപ്പൊ തന്നെ ഈ തൊണ്ടി പോലെ തിരിച്ചു വെച്ചതൊക്കെ എന്തുമാത്രം അപഹാസ്യമായി. 1-ാം തീയതി അമ്പലം തുറക്കുന്ന ദിവസം തന്നെ പോലീസുകാർ വന്നിട്ട് ഈ പാളി ഇളക്കി പരിശോധിക്കുന്ന ഒരു സീനാണ് ലോകം മൊത്തം കണ്ടത്. അതൊക്കെ ഇവരുടെ വെറും അജ്ഞത കൊണ്ടല്ലേ. തന്ത്രത്തിന്റെ എന്ത് ബാധ്യതയാണ് ഇവർക്ക് ദേവനോടുള്ളത്. ഉണ്ടെങ്കിൽ തന്നെ ഈ കൊണ്ടുവന്ന പാളി വെക്കണ്ട, അത് തൊണ്ടിമുതലാണ്, ഈ പറഞ്ഞ തൊണ്ടിമുതൽ കൊണ്ട് പോകേണ്ടതാണ് എന്ന് പറഞ്ഞ് മാറ്റി വെക്കേണ്ടതല്ലേ. അതൊന്നും മാറ്റി വെച്ചിട്ടില്ല. അവർ ദേവനെ ക്രൂശിക്കുകയാണ് ചെയ്തത്. 1-ാം തീയതി ഈ പറഞ്ഞ 1-ാം തീയതി വൃശ്ചികം 1-ാം തീയതി SIT വന്ന് ഇത് പരിശോധിക്കുന്ന അല്ലെ ഒരു ആ രീതിയാണ് നമ്മൾ കണ്ടത്. നമ്മുടെ മുന്നിലുണ്ടല്ലോ ദേവപ്രശ്നം എന്നൊക്കെ പറഞ്ഞ് അത് വിശ്വാസത്തോടു കൂടി അയ്യോ ദേവപ്രശ്നത്തിൽ കണ്ടതല്ലേ എന്ന രൂപത്തിലാണ് ഈ പറഞ്ഞ കൊടിമരത്തിന്റെ കാര്യത്തിലൊക്കെ കാര്യങ്ങൾ ചെയ്തത്. വെറുതെ ഇവര് അതെ മാറ്റം വരേണ്ടതുണ്ട്. ശരി, ശ്രീ മധു മണിമല, അവസാനമായി
ഇക്കാര്യത്തിൽ തന്ത്രിയുമായി ബന്ധപ്പെട്ട് നേരത്തെ അറിഞ്ഞിരുന്ന കാര്യങ്ങൾ അതിന്മേലൊന്നും ഒരു നടപടി ഉണ്ടാകാതെ പോയത് ഈ വിശ്വാസവുമായി ബന്ധപ്പെട്ട് വിശ്വാസത്തെ ഹനിക്കുന്ന കാര്യമായി പോകും എന്ന് ഭയന്നിട്ടാണോ? സ്മൃതി, 2006 തന്ത്രി കേസ് ഉണ്ടാകുന്നത്. 2006 മുതൽ 2026 വരെയുള്ള ഒന്നിടവിട്ട വർഷങ്ങളിൽ രാജീവ് തന്ത്രിയാണ് ശബരിമലത്തെ തന്ത്രി സ്ഥാനം വഹിച്ചിരുന്നത്. ഇദ്ദേഹത്തിൻ്റെ കാലത്താണ് ഈ പ്രശ്നങ്ങൾ മുഴുവൻ ഉണ്ടായത്. 2006 ശേഷം 2006 വരെ ശബരിമലയിലെ ആറാട്ട് നടന്നിരുന്നത് ധനുമാസത്തിലെ ഉത്രം നക്ഷത്രത്തിലായിരുന്നു. ഇത് 2026 ഈ ഉത്രം നക്ഷത്രത്തിൽ ആറാട്ട് നടക്കേണ്ട സമയം, 20ാമത്തെ വർഷത്തിൽ ആറാട്ട് നടക്കേണ്ട സമയം ശബരിമലത്തെ പ്രധാന തന്ത്രി കണ്ഠര് രാജീവർ ഇരുമ്പഴിക്കുള്ളിലായി. ഇത് ആരുടെ തീരുമാനമാണ്? ഇത് സാക്ഷാൽ അയ്യപ്പസ്വാമിയുടെ തീരുമാനമാണ്. അദ്ദേഹത്തിന്റെ സ്വന്തം ജ്യേഷ്ഠനാണ് കണ്ഠര് മോഹനതന്ത്രി. അദ്ദേഹം ഈ കേസിൽ പെട്ടു. അദ്ദേഹം കേസിൽ വാദിയായിരുന്നു, കേസിൽ പ്രതിയല്ലായിരുന്നു. ആ വാദിയായിരുന്നു. അദ്ദേഹത്തെ മോശക്കാരനാക്കാൻ വേണ്ടി ഇദ്ദേഹം ഒരുപാട് കുതന്ത്രങ്ങൾ ചെയ്തു, ഉപജാപക സംഘങ്ങൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്തു. ശബരിമല ഈ പുതിയ നവഗ്രഹ പ്രതിഷ്ഠ നടക്കുമ്പോൾ എല്ലാ ജ്യോത്സ്യന്മാരും പറഞ്ഞു ഒരിക്കലും ഈ സമയത്ത് ഇവിടെ നടത്താൻ പാടില്ല. അങ്ങനെ നടത്തിയാൽ നടത്തുന്നയാളും നടത്തിയയാളും കാരാഗ്രഹവാസം അനുഭവിക്കേണ്ടി വരുമെന്ന് അന്ന് ജ്യോത്സ്യൻ പറഞ്ഞതാണ്. അത് കൂട്ടാക്കാതെ അദ്ദേഹം ആ പ്രതിഷ്ഠ നടത്തി. ആ പ്രതിഷ്ഠ കഴിഞ്ഞതിന് ശേഷം ഇന്ന് വരെ അദ്ദേഹം ശബരിമലയ്ക്ക് പോകേണ്ടി വന്നിട്ടില്ല. കർക്കിടക മാസത്തിൽ അദ്ദേഹം ശബരിമലയ്ക്ക് പോയില്ല. അന്ന് പിന്നെ ADGP അജിത് സാർ ശബരിമല ട്രാക്ടറിൽ പോയ വിവാദം ഉണ്ടായതിനു ശേഷം അദ്ദേഹം ശബരിമലയ്ക്ക് പോയിട്ടില്ല. അന്ന് മകനാണ് ശബരിമലയ്ക്ക് പോയത്. അതിനുശേഷം നിറപുത്തരിക്കും മകനാണ് പോയത്. പിന്നെ ഇന്നേ വരെ അദ്ദേഹം ശബരിമലയ്ക്ക് പോകാൻ കഴിഞ്ഞിട്ടില്ല. അതൊക്കെ അയ്യപ്പന്റെ തീരുമാനമാണ്. ജ്യോത്സ്യൻ സത്യമാണ്, ജ്യോത്സ്യത്തിൽ പറഞ്ഞിരിക്കുന്ന പ്രവചനങ്ങൾ സത്യമാണ്, അതെല്ലാം സത്യമാണെന്ന് തെളിഞ്ഞു. ഇത് അയ്യപ്പ സ്വാമിയുടെ കണ്ടെത്തുന്നത് എന്താണെന്ന് നമുക്ക് കാത്തിരിക്കാം. വളരെ നന്ദി ശ്രീ റിജിൽ മാക്കുറ്റി, ശ്രീ മഹേഷ് പണിക്കർ, ശ്രീ ജയചന്ദ്രൻ, ശ്രീ മധു മണിമല, ശ്രീ TK രാജഗോപാൽ ചർച്ചയിൽ പങ്കെടുത്തതിന്. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.